ത്തിനുമുള്ളതുപോലെ പ്രാർത്ഥനയ്ക്ക് വലിയ വലിയ ആഴങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓരോന്നിനും ആഴങ്ങളുണ്ട്, ആർമറികളുണ്ട്. നമ്മളൊരു കുറച്ചുകൂടെയൊക്കെ കയറി വരും. കാരണം നമ്മൾ ആത്മയുദ്ധം ചെയ്യുന്ന സഭകളിൽ ഒന്നാകയാൽ. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, പ്രാർത്ഥനയല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 17-21 അടുത്തൊരു പടിയിലേക്ക് മാറി, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആരംഭത്തിങ്കിൽ പ്രാർത്ഥനയെക്കുറിച്ച് മാത്രം പറഞ്ഞു, പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ പൈശാചിക ശക്തികൾ കീഴടങ്ങണം. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞാൽ സത്യമായിട്ടൊരു കാര്യം പറയാം, കേവലം പ്രാർത്ഥന കൊണ്ട് മാത്രം ഒതുങ്ങാത്ത ജാതികളുണ്ട്. അതിനെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ആയുധത്തിൻ്റെ 2-ാം പടിയിലേക്ക് കടക്കുകയാണ്. പ്രാർത്ഥന തന്നെയാണ് ആയുധം, പക്ഷേ അത് ഉപവാസത്തോടുകൂടെ വേണം എന്ന് യേശു പറയുന്നതായി കാണാം. ആ ഉപവാസത്തെക്കുറിച്ച് തിരുവചനത്തിൽ കൂടുതൽ വിശദീകരണം വരുമ്പോൾ, നീ ഉപവസിക്കുമ്പോൾ നിൻ്റെ അറയിൽ കടന്ന് അടയ്ക്കുക. പ്രാർത്ഥനകളാണ് പല രീതികളിലുണ്ട്. ഉപവാസം തന്നെ പല രീതികളിലുണ്ട്. ഒരു സഭായോഗം വിളിച്ചുകൂട്ടി മണവാളൻ മണിയറയും മണവാട്ടി ഉള്ളറയും വിട്ട് വെളിയിൽ വന്ന് പുരോഹിതന്മാർ ജനത്തിൻ്റെ മുമ്പിൽ, യാഗപീഠത്തിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിന്ന് പ്രാർത്ഥിക്കുന്ന അടുത്തൊരു പ്രാർത്ഥനയുടെ ലെവൽ കർത്താവ് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥന എന്നുള്ളത് തന്നെ ഡെവലപ്പ് ചെയ്യുകയാണ്. ഏതൊക്കെ രീതികളിൽ അതിൻ്റെ ഉന്നത പദവിയിലേക്ക് പോകാൻ കഴിയും. ഏറ്റവും പ്രാഥമികമായതാണ് ആരംഭത്തെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് കയറുവാൻ നമുക്ക് പലതുമുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, പള്ളികളുടെ ഗ്ലാസ്സുകളിൽ വരച്ചു വെക്കുന്നതായ, സ്റ്റെയിൻ ഗ്ലാസ്സുകളിൽ വരച്ചു വെക്കുന്നതായ ദൂതന്മാരുടെ ചിത്രങ്ങളുണ്ട്. 6 ചിറകുള്ളവരും ആരാധിക്കുന്നവരുമായ സാറാഫുകളുടെ രൂപം മുതൽ 2 ചിറകുമായി പാട്ടുപാടുന്ന രൂപങ്ങൾ വരെ പലതും വരച്ചു വെച്ചത് നമുക്കൊരു പ്രാഥമിക അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കേണ്ടതിനാണ്. അതിൽ കവിഞ്ഞ് ഒന്നുമില്ല. ആത്മയുദ്ധത്തിൽ ഏർപ്പെടുന്ന ദൈവപൈതലിനു വേണ്ടി ദൂതന്മാർ ഇറങ്ങി വരികയും അവർ പലതും ചെയ്യുകയും ചെയ്യും. വരച്ചു വച്ചിരിക്കുന്ന പിക്ചറിനപ്പുറത്ത് അവർ നമുക്ക് വേണ്ടി അയക്കപ്പെട്ടവരും സാധാരണ ദൈവജനത്തിനു വേണ്ടി കൂടെ ഭൂമിയിൽ വരുന്നവരും ഇന്ന് നമ്മോടുകൂടെ ഇവിടെ ഉള്ളവരുമാകയാൽ ആ കാവലിലാണ് നാം ഇരിക്കുന്നത്. മറക്കരുത്. അവർ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ പോലെ അല്ല. വേദപുസ്തക ചരിത്രത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ കാരാഗ്രഹം പൊളിക്കുവാനും, പത്രോസ് കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ ചങ്ങലകൾ അഴിക്കുവാനും ഇറങ്ങി വന്ന ദൂതന്മാരുണ്ടെന്ന് മറക്കരുത്. ദൂതന്മാരൊരു സങ്കല്പം മാത്രമായിരുന്നെങ്കിൽ ചങ്ങലകൾ അഴിയത്തില്ല. സങ്കല്പങ്ങളുടെ പുറകിൽ ചങ്ങലകൾ പൊളിയുകയില്ല. സങ്കല്പങ്ങളുടെ പിമ്പിൽ ഒരിക്കലും കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങുകയില്ല. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങണമെങ്കിൽ അവിടുത്തെ അന്ധകാര ലോകം ആകപ്പട ഇളകി തെറിച്ചേ മതിയാകൂ. അവരെ വരെ താഴ്ത്തത്തക്കവണ്ണം ശക്തിയുള്ള ദൂതന്മാർ അക്ഷരീയമായ ഭാഷയിൽ ഇറങ്ങി വന്നുവെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇനിയും പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞതല്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഓടിച്ചു പോകുന്നത്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുക, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രാഥമിക ആയുധങ്ങളെ ഇവിടെ ചിത്രീകരിക്കുന്നത് കാണാം. വീണ്ടും ഞാൻ ആ പദം പറയുകയാണ്, പ്രാഥമിക ആവശ്യങ്ങൾ. ഒന്നാമതായി യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 32 നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും എന്ന് യേശു പറഞ്ഞെങ്കിൽ, പൗലോസ് അപ്പോസ്തലനോട് പരിശുദ്ധാത്മാവ് എഴുതുകയാണ്, നിങ്ങളുടെ അരക്കെട്ട് സത്യമായി ഇരിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർമ്മിപ്പിച്ചിരുന്നു, റോമൻ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഭടന്മാരും ധരിക്കുന്ന എല്ലാ ആയുധങ്ങൾക്കും പടച്ചട്ടകൾക്കും മൂലമായി അവരുപയോഗിക്കുന്ന ഒരു ബെൽറ്റാണ്. ഞാനും പട്ടാളത്തിൽ നീണ്ട വർഷങ്ങൾ ഉണ്ടായിരുന്നു. ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ചും പരേഡിൻ്റെ സമയത്തും യുദ്ധസമയത്തും ഉപയോഗിക്കുന്ന ഒരു വലിപ്പമുള്ള ബെൽറ്റുണ്ട്. അതിന് നല്ല ബലമുള്ളതാണ്. ആ ബെൽറ്റ് വസ്ത്രധാരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതും അവനവനെ തന്നെ ടൈറ്റായി സൂക്ഷിക്കുന്നതുമൊക്കെയാണ്. അത് സത്യമായിരിക്കണം എന്ന് പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറുകയാണ്. അങ്ങനെ സത്യമായതൊന്ന് ധരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാനാണ് സത്യം.
സത്യമെന്ന അരക്കെട്ട് ഒന്നാമതായി പറയുന്നത് ക്രിസ്തുവിനോട് തത്തുല്യനായി മാറുക, താതാത്മ്യപ്പെടുക എന്നതാണ്. എന്നാൽ ക്രിസ്തുവിന് വിരോധമായ ഒരു പൈശാചിക വ്യാപാരമുണ്ടെന്ന് മറക്കരുത്. അവൻ ഒരിക്കലും സത്യത്തിൽ നിൽക്കുന്നവനല്ല. സത്യമെന്ന അരക്കെട്ടാണ് ഒന്നാമതായി പറയുന്നത്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. സത്യമായ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുക എന്നൊരാശയമാണ് അതിന് ലഭിക്കുന്നത്. ആത്മയുദ്ധത്തിൽ നിൽക്കുന്ന ഏതൊരു പൈതലും, ദൈവ പൈതലും ദൈവത്തോട് അല്ലെങ്കിൽ ക്രിസ്തുവിനോട് സമരൂപം കാണുന്നവനായിരിക്കണം. അങ്ങനെ വേണം ആരംഭിക്കേണ്ടത്. പടയാളി അങ്ങനെ വേണം ആരംഭിക്കേണ്ടത് എന്ന് കാണാം. ഇവിടെ ഡിസെപ്ഷൻ, ഡിസ്റ്റോർഷൻ, വഞ്ചന, വചനം കൂട്ടിക്കളയുക എന്നിവ സാത്താൻ്റെ വകയാണ് എന്ന് മറക്കരുത്. കഴിഞ്ഞ ആഴ്ചയിൽ ഏറെക്കുറെ ചിന്തിച്ച് അവസാനിപ്പിച്ച ഭാഗങ്ങൾ ഇതാണ്. വിശദീകരിക്കാൻ ചെയ്തുകൊണ്ടാണ് ആ വിശദീകരണ പദങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞത്. സാത്താൻ ഇവിടെ വന്നാൽ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവണതകൾ, പ്രത്യേകിച്ചും ആത്മീയരുടെ ഇടയിൽ ഡിസെപ്ഷനാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട് എല്ലാ ദിവസവും ദൈവത്താൽ പരിപാലിപ്പിക്കപ്പെട്ട് അപ്പോഴപ്പോൾ വെയിലാറുമ്പോൾ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന് ദൈവസാന്നിധ്യം അനുഭവിച്ച ആദമിനെയും ഹൗവയെയും കളിപ്പിക്കേണ്ടതിന് സാത്താൻ ഒരു സർപ്പത്തിൻ്റെ വേഷത്തിൽ വരികയും ഹൗവയോട് ഒരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്തു. തോട്ടത്തിലുള്ള യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഈ ട്വിസ്റ്റൊക്കെ ആരംഭിക്കുമ്പോൾ അറിഞ്ഞോണം, എങ്ങാണ്ടൊരു ഡിസെപ്ഷൻ്റെ സാധ്യതയുണ്ട്. അങ്ങനെ തന്നെയാണോ? അതെ, അങ്ങനെ തന്നെയാണോ എന്ന് നാം ശോധന ചെയ്യേണ്ടവരാണ്. എന്നാൽ സാത്താൻ പറഞ്ഞിട്ടല്ല നമ്മൾ ശോധന ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ നിയമപ്രകാരമായിരിക്കണം. വഞ്ചനയും വചനം കൂട്ടിക്കളയുന്നതും, പ്രത്യേകിച്ചും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വചനം കൂട്ടിക്കളയുന്നതും സാത്താൻ്റെ പ്രത്യേക തന്ത്രങ്ങളാണ്. ഞാൻ ഒരു കാര്യം ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ തൊട്ടതല്ല, ഈ അടുത്തെങ്ങും തൊട്ടതല്ല. ക്രൈസ്തവ സഭയുടെ ഒരു പ്രത്യേക കാലഘട്ടമായപ്പോൾ ഓരോ ബിഷപ്പന്മാർ അവരവർക്ക് വേണ്ടതുപോലെ വചനത്തെ തർജ്ജമ ചെയ്യാൻ തുടങ്ങി, വ്യാഖ്യാനിക്കാൻ തുടങ്ങി. പൊതുവെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് സാധാരണക്കാരൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നത് കൊണ്ടും അതുകൊണ്ട് അവർക്ക് ബൈബിൾ നേരിട്ട് വായിക്കാൻ, ബൈബിളിൻ്റെ ചുരുക്കം കോപ്പികൾ പലരും എഴുതിയിട്ടുണ്ട്, അതുമാത്രമേ അന്നുള്ളൂ. അതുകൊണ്ട് അവർക്കത് ലഭ്യമല്ല. ബിഷപ്പന്മാർക്ക് മാത്രമേ ബൈബിൾ വായിക്കുവാൻ പൊതുവെ അധികാരം കൊടുത്തിരുന്നുള്ളൂ. അതിന് താഴെയുള്ളവർക്ക് ആ ഒരു കാലഘട്ടത്തിൽ അവകാശം ഇല്ലായിരുന്നു, അധികാരമില്ലായിരുന്നു. 3 മുതലുള്ള നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അന്ധകാരയുഗത്തിലേക്ക് കടന്നതോടെ അതോടുകൂടെ ഓരോ ബിഷപ്പിനും താല്പര്യമുള്ളതുപോലെ ഉപദേശങ്ങൾ പെശകി അവർ പഠിപ്പിക്കുകയും ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യുകയും ചെയ്തു. കുസ്തന്തീനോസിൻ്റെ കാലത്താണ്, അദ്ദേഹത്തിൻ്റെ മതപരിവർത്തനത്തിന് ശേഷമാണ്. ഇന്ന ഭാഗങ്ങളിലേക്ക്, ചരിത്രത്തിലേക്ക് പോകത്തില്ല. കുസ്തന്തീനോസ് എന്ന ചക്രവർത്തി ക്രിസ്ത്യാനിയെ വളരെയധികം എതിർത്തവനും നശിപ്പിച്ചവനുമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മ എങ്ങനെയോ സുവിശേഷത്താൽ പിടിക്കപ്പെടുകയും താനൊരു ദൈവവൈതലായി മാറുകയും ചെയ്ത ശേഷം രാജാവായ തൻ്റെ സ്വന്തം മകനെ ദൈവം വിടുവിക്കേണ്ടതിന് വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. മോൻ്റെ മുമ്പിൽ എങ്ങും ചെന്ന് ക്രിസ്ത്യാനിക്ക് അനുകൂലമായി ഒരു പദം പറയുവാൻ അമ്മയ്ക്കൊക്കത്തില്ലായിരുന്നു, കൊന്നുകളയുമായിരുന്നു. അതുകൊണ്ട് അവൾ ദൈവസന്നിധിയിൽ മാത്രം നിലവിളിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം കുസ്തന്തീനോസ് മതപരിവർത്തനത്തിന് വിധേയനായി. അല്ലെങ്കിൽ അദ്ദേഹം സത്യം ഗ്രഹിക്കത്തക്കവണ്ണം ദൈവം തനിക്കൊരവസരം കൊടുക്കുകയും, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, വിശദീകരിക്കത്തില്ല, താൻ ക്രിസ്ത്യാനിയായി മാറുകയും ചെയ്തു. താൻ ക്രിസ്ത്യാനിയായി മാറിയതിനെ തുടർന്ന് ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് നന്മയും അനുഗ്രഹങ്ങളും ഒക്കെ കൊടുത്തു. അതൊക്കെ കൊടുത്തെങ്കിലും താൻ ഒരു കാര്യം കണ്ടു, ഓരോ ബിഷപ്പന്മാരും അവരവർക്ക് ബോധിച്ചതുപോലെയാണ് വേദപുസ്തകത്തെ തർജ്ജമ ചെയ്യുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കുന്നത്. ഡിസെപ്ഷൻ പിശാചിൻ്റെ പണ്ടുകാലം മുതലുള്ള ശൈലിയാണ്. അങ്ങനെ വന്നതിനാൽ അദ്ദേഹം തീരുമാനിച്ചു, ഒരു പൊതു പുസ്തകം ഉണ്ടായിരിക്കണം, ഒരു പൊതു നിയമം ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രത്യേക പ്രേരണയാലാണ് ഒരു സുനഹദോസ് വിളിച്ചു കൂട്ടുകയും അല്ലെങ്കിൽ മതപ്രതിനിധികളുടെ, സഭാപ്രതിനിധികളുടെ, ബിഷപ്പന്മാരുടെ ഒരു പ്രത്യേക സംഘം വിളിച്ചു കൂട്ടുകയും ആധികാരികമായ വേദപുസ്തകം എന്ത് എന്ന് തീരുമാനിച്ചുകൊണ്ട് 66 പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. ഞാനൊരു കോൺട്രവേഴ്സിക്ക് വേണ്ടി പറയുകയല്ല. കത്തോലിക്ക വേദപുസ്തകത്തിനകത്ത് അപ്പോക്രിഫ എന്ന പേരിൽ നമ്മുടെ പുസ്തകത്തിൽ ഇല്ലാത്തതായ, പ്രൊട്ടസ്റ്റൻ്റുകാരുടെ പുസ്തകത്തിൽ ഇല്ലാത്തതായ ഒരു ഭാഗം കൂടെ ഉണ്ട്. അത് തന്നെ പല പുസ്തകങ്ങളുടെ സമാഹാരമാണ്. അത് പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ ഒഴിവാക്കുകയും കുസ്തന്തീനോസിൻ്റെ കാലത്ത് ഇത് നടക്കുകയും ചെയ്തു. ഞാൻ ഒരു പ്രത്യേക സംഭവം മാത്രം എടുത്തോർമ്മിപ്പിക്കാം. ഇത് ചരിത്രരേഖകൾ എൻ്റെ കയ്യിൽ എഴുതിയതില്ല. എന്നാൽ യാക്കോബയ സഭയിൽ നിന്നും, അന്നത്തെ
യാക്കോബായ സഭ ഒരു പക്ഷേ ഇന്ന് ഓർത്തഡോക്സ് എന്നായിരിക്കാം അതിനെ വിളിക്കുന്നത്. ആ സഭയിൽ നിന്നും പാരമ്പര്യമുള്ള പുരോഹിതന്മാർ അല്ലെങ്കിൽ അവരുടെ മഹാപുരോഹിതന്മാർ ബിഷപ്പന്മാർ പറയുന്നതായ എന്നോട് നേരിട്ട് അവരോട് സംസാരിക്കുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അവരുടെ അസിസ്റ്റൻസ് മുഖേന അവരോട് സംസാരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷം ഒരു ടെലിഫോൺ കോൺവെർസേഷനിൽ ഒരു ബിഷപ്പ് വളരെ ക്ലീനായി പറഞ്ഞ ചില പദങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒരു നമ്പർ ഓഫ് ചെയേഴ്സ് 135 എന്നതിൻ്റെ ഒരു ഓർമ്മ, വെറും ഒരു ഓർമ്മയാണ്. ഇപ്പോഴ് ഞാനത് കറക്റ്റ് ഓർക്കുന്നില്ല. എത്രയോ ചെയറുകളിട്ട് അത്രയും ചെയറുകളിലായിരുന്നു ആളുകളെ കൊണ്ട് ബിഷപ്സിനെ ഇരുത്തേണ്ടത്. അന്നറിയപ്പെട്ട ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വിവരമുള്ള ബിഷപ്സിനെ കൊണ്ടുവന്നു. അന്ന് വരെ ലഭിച്ചിരുന്ന എല്ലാ വേദപുസ്തക പ്രതികളും കൊണ്ടുവന്നു. എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചുകൊണ്ടായിരുന്നു കുസ്തന്തീനോസിൻ്റെ ഈ പ്രവൃത്തി. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ മറുവശം ഞാൻ പറയാം. താനൊരു ക്രിസ്ത്യാനി അന്ന് ഒരു വശത്ത് പറഞ്ഞാലും സത്യമായും രക്ഷിക്കപ്പെട്ടതല്ല. ചില കാരണങ്ങളാൽ മതപരിവർത്തനം നടന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വാളുകൊണ്ട് മേശപ്പുറത്ത് വെച്ച് പറഞ്ഞ് ആരെങ്കിലും ഒരുത്തനെ എതിര് പറയുകയോ വിപരീത ആശയങ്ങൾ കൊണ്ടുവരികയോ ചെയ്താൽ അവൻ്റെ തലയും കൊണ്ട് വാള് പോകും. അത് മറക്കണ്ട. തൽക്കാലത്തേക്ക് നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം, യോഗ്യമായി തീർക്കണം. അങ്ങനെ ഒരു 135 എന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ 138 കസേറുകൾ കൊണ്ടിട്ടു. പല ബിഷപ്പന്മാർക്കും അന്നത്തെ ഭക്തന്മാർക്കും കാലുകളില്ല, കൈകളില്ല. അതുകൊണ്ട് അവർക്ക് വന്ന് കസേരയിൽ ഇരിക്കാനൊക്കത്തില്ല. മതപീഠയുടെ സമയത്ത് ഇയാൾ തന്നെ പറഞ്ഞിട്ട് അവരുടെ കൈകൾ വെട്ടിക്കളഞ്ഞതാണ്, കാലുകൾ വെട്ടിക്കളഞ്ഞതാണ്. അങ്ങനെയുള്ളവരെ കൊണ്ടുവന്നത് വലിയ ബ്രാസ് കൊണ്ടുള്ള തളികകൾക്കകത്താണ്. വലിയ കിണ്ണം പോലെ ബ്രാസ് കൊണ്ട് വലിയ തളികകൾ ഉണ്ടാക്കി, പ്ലേറ്റുകൾ ഉണ്ടാക്കി. അതിനകത്ത് ഈ അപ്പച്ചന്മാരെ എടുത്തു വെച്ച് 4 പേര് ചേർന്ന് എടുത്തു കൊണ്ടുവന്ന് ഇവിടെ വെക്കുകയാണ്. 135 കസേറുകളാണെന്ന് വീണ്ടും ഞാൻ ഓർമ്മയിൽ നിന്നും ആരെങ്കിലും കറക്റ്റ് ഓർക്കുന്നുണ്ടോ എത്രയാണെന്ന്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ കറക്റ്റ് എത്രയാണെന്ന്? ഇല്ല. ഓക്കെ. കസർ എഴുതിയത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, കൊണ്ടുവച്ചു. അവർ എണ്ണി നോക്കി ഇത്ര കസേറയുണ്ട് എന്ന് കണ്ടു. ആളുകൾ കയറിയിരുന്നപ്പോൾ ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല. എല്ലാവരും കൂടെ ആകപ്പാടെ റീഷഫിൾ ചെയ്തു, കസേറകൾ മാറ്റിയിട്ടു. ഒരു കസേറ കൂടെ തിരിച്ചു കൊണ്ടുവച്ചു. ഒരു കസേറ കൂടെ തിരിച്ചു കൊണ്ടുവെക്കുമ്പോൾ ഒരു കസേറ മിച്ചം വരും. ഒന്നുകിൽ ഒരു കസേറ കുറവ്, അല്ലെങ്കിൽ ഒരു കസേറ മിച്ചം. ഒരിക്കലും ഈ 100 കസേറകൾ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ രാജകീയ സദസ്സിൽ കഴിയാതെ വന്നപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു ബിഷപ്പിലൂടെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഒഴിവെന്ന് തോന്നുന്ന കസേറയിൽ പരിശുദ്ധാത്മാവ് ഇരിപ്പുണ്ട്. അതാ നിങ്ങളെല്ലാവരും കൂടെ നോക്കിയിട്ട് 140 വരെ എണ്ണാനൊക്കാത്തത്. പരിശുദ്ധാത്മാവിൻ്റെ മേൽനോട്ടത്തിലായിരിക്കണം തിരുവചനം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ മേൽനോട്ടത്തിൽ സഭയ്ക്ക് ഒരു എഴുതപ്പെട്ട നിയമത്തിൻ്റെ കോഡ് ഉണ്ടാക്കേണ്ടതിന് വേണ്ടി 66 പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തു. ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് അധികം സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ഈ 66 പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒന്ന് തൊട്ടിരുന്നു. അതിനകത്ത് അമാനുഷികമായ പല പ്രവർത്തികളും നടന്നിട്ടുണ്ട് ആ പുസ്തകങ്ങളുടെ എഴുത്തിനകത്ത് തന്നെ. എന്നാൽ പിശാചിൻ്റെ ജോലി ഇതിനെയെല്ലാം കോട്ടിക്കളയുക എന്നതാണ് എന്ന് മറക്കരുത്. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവപൈതൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് കൊള്ളാം എന്ന് എനിക്കും നന്നായി തോന്നുന്നുണ്ട്. ശത്രുവിൻ്റെ ആയുധങ്ങൾ ഇന്ന് എൻ്റെ നേരെ വരാതെ വണ്ണം, ശത്രുവിൻ്റെ ആയുധങ്ങൾ ഇന്നെനിക്ക് പ്രബലമാകാതെ വണ്ണം, കർത്താവേ എൻ്റെ വെളിച്ചവും എൻ്റെ ജീവനുമായവനെ ഇന്ന് പകൽ എന്നെ പരിപാലിക്കണം. ഓരോ ദിവസവും അത് പ്രാർത്ഥിക്കണം. കോൺട്രവേഴ്സലായി എന്തെങ്കിലും ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളണം എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഒറ്റ പദം ഒന്നുകൂടെ ആവർത്തിക്കാൻ പോകുകയാണ്. മോറിസർലോ എന്ന കർത്താവിൻ്റെ ദാസൻ ജീവനോടിരുന്ന കാലത്ത് അദ്ദേഹം എനിക്കൊരു പുസ്തകം അയച്ചു തന്നു. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് ഞാൻ 301 കോപ്പി മാത്രമേ പ്രിൻ്റ് ചെയ്യുന്നുള്ളൂ. അദ്ദേഹം എൻ്റെ പേർക്ക് വിശദമായ ഒരു എഴുത്ത് എഴുതിയിരുന്നു. ആ എഴുത്തിനകത്ത് എഴുതിയതാണ്. ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് കേട്ടിട്ടില്ലാത്തവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാതിരിക്കാൻ പറയാം. ഞാൻ മോറിസർലോയെ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹം പ്രസംഗിക്കുന്നത് അകലെ നിന്ന് കണ്ടിട്ടുണ്ട്. അതിൽ കവിഞ്ഞ് നേരിട്ട് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ അഡ്രസ്സ് എഴുതിയ ഒരു കത്ത് വീട്ടിൽ വന്നു. ഒന്നല്ല പലത് വന്നു. ഇവിടെ പലർക്കും അങ്ങനെ വരാറുണ്ട്. എൻ്റെ കത്തിനകത്ത് എൻ്റെ അഡ്രസ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടത്തക്ക യാതൊരു സാധ്യതകളുമില്ല. അദ്ദേഹം എൻ്റെ പേർക്ക് എഴുതിയിരുന്ന, വർഗീസ്, ഞാൻ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മേൽവിലാസം ദൈവം എനിക്ക് ദർശനത്തിൽ തന്നതിനാൽ ഞാൻ നിനക്ക് ഈ കത്ത് എഴുതുകയാണ്.
അന്ന് ചിലതിനെ ഭയന്ന് ജീവൻ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ബാംഗ്ലൂർ വിട്ട് ഓടി ഒളിവിൽ ഒരു സ്ഥലത്ത് പോയി താമസിക്കുക. ഇതൊന്നും മറക്കണ്ട, ഞാൻ ഒളിവിൽ ഒരു സ്ഥലത്ത് പോയി താമസിക്കുക. ചില ദിവസങ്ങൾ ഉപവസിക്കണം എന്ന് ദൈവാത്മാവ് ഇടപെട്ടു. അവിടുന്ന് ആ സ്ഥലത്തുനിന്ന് തിരിച്ച് ബാംഗ്ലൂരിൽ വന്നാൽ അന്ന് മുതൽ, അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ, ഇന്ന് വൈകുന്നേരമായിരിക്കും ഞാൻ വരുന്നത്, നാളെ രാവിലെ മുതൽ 21 ദിവസങ്ങൾ ഉപവസിക്കണം എന്ന തീരുമാനമാണ് പല ദൈവദാസന്മാരും എന്നോട് ആലോചനയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ വരുന്നത്. ഞാൻ വന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ ശേഷം എൻ്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ചോറൊക്കെ ചൂടാക്കിക്കോ, കാര്യം രാത്രി ഏതാണ്ട് കുറേ 10 മണിയായി, ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ ഉടൻ നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. പാതിരാത്രി 12 മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ 21 ദിവസം കഴിഞ്ഞേ ആഹാരം കഴിക്കത്തുള്ളൂ, അതുകൊണ്ട് ചോറ് ചൂടാക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് 11:15 കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലെ 11:30 അടുക്കുന്നു. ചോറൊക്കെ റെഡിയാണ്. എന്നോട് പറഞ്ഞു ചോറെല്ലാം ഞാൻ വിളമ്പി വെക്കാം, പക്ഷേ അതിനോടകം മോറിസർലോ എന്ന് പറയുന്ന ആളിൻ്റെ ഒരു കത്ത് വന്ന മേശപ്പുറത്ത് കിടപ്പുണ്ട്, അതൊന്ന് വായിച്ചു വെച്ച് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ആദ്യമേ ചോറുണ്ടുക, ഏത് സെർലോ ആയാലും നാളെ നമുക്ക് നോക്കാം കത്ത്. എന്നോട് പറഞ്ഞു അങ്ങനല്ല, അത് വായിച്ചേ പറ്റത്തുള്ളൂ, അതിനകത്ത് ഗൗരവമുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ കത്തെടുത്തപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, പാസ്റ്റർ വർഗീസ്, നീ അടുത്ത 3 ഏഴുകൾ, 21 എന്നല്ല അദ്ദേഹം എഴുതിയത്, 3 ഏഴുകൾ ഉപവസിക്കണം എന്ന് ദൈവാത്മാവ് പറയുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഒരു 300 പേരെ, അപ്പോസ്തലന്മാരെ എൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുകയും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നുകൊണ്ട് ഞാനും അടുത്ത 3 ഏഴുകൾ ഉപവാസമാണ്. നിങ്ങൾ 300 പേരും അതുപോലെ ആയിരിക്കണം എന്നിത്യാദികളാണ് അദ്ദേഹം എഴുതി ആരംഭിക്കുന്നത്. തുടർന്ന് അദ്ദേഹം എനിക്കൊരു പുസ്തകം അയച്ചു തന്നേച്ച് പറഞ്ഞു, 301 കോപ്പി മാത്രമേ ഇത് പ്രിൻ്റ് ചെയ്തിട്ടുള്ളൂ. കാര്യം കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനം ഗിഫ്റ്റ് കൊടുക്കുന്നതിനകത്ത് അർത്ഥമില്ല. അതുകൊണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ച ചില ആലോചനകൾ എന്ന് പറഞ്ഞ് ആ പുസ്തകത്തിനകത്തെ 2-3 ലൈനുകൾ തൊട്ടേച്ച് മാറാം. കാര്യം അതിൽ കൂടുതൽ നമുക്കിന്ന് നേരമില്ല. അദ്ദേഹം പറഞ്ഞു, സൂപ്പർ കമ്പ്യൂട്ടറുകൾ കണ്ടുപിടിച്ചതോടുകൂടെ വേദപുസ്തകം എഴുതപ്പെട്ട ഭാഷയിൽ പല ഭാഗങ്ങളും പല ഭാഷകളിലാണ് എഴുതപ്പെട്ടത്. പൊതുവേ നമ്മൾ പറയും പഴയ നിയമം എഴുതിയ എബ്രായ ഭാഷയിലാണെന്ന്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിലെ ചില അധ്യായങ്ങൾ എബ്രായ ഭാഷയുടെ വ്യത്യസ്ത ഡയലക്റ്റുകളിലാണ് എഴുതിയത്. പൊതുവെ പറഞ്ഞാൽ എബ്രായ ഭാഷ അക്ഷരം എബ്രായ തന്നെയാണ്, പക്ഷേ വാക്കുകൾ വേറെ ഭാഷകളാണ്. മലയാളത്തിൻ്റെ ഡയലക്റ്റുകൾ ഉള്ളതുപോലെ അതിനോട് ബന്ധപ്പെട്ട ലിപിയില്ലാത്ത, ഡയലക്റ്റിന് ലിപി ഉണ്ടായിക്കൂടുന്നില്ല, ലിപിയില്ലാത്ത പല ഡയലക്റ്റുകളുണ്ട്. അതെല്ലാം ചേർത്താണ് ഉൽപ്പത്തി പുസ്തകം എഴുതിയിരിക്കുന്നത്. അതാത് പുസ്തകങ്ങൾ അതാത് ഭാഗങ്ങൾ എഴുതപ്പെട്ട ഭാഷയിൽ സൂപ്പർ കമ്പ്യൂട്ടറിന് ഫീഡ് ചെയ്ത ശേഷം ഏതെങ്കിലും വായിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത സീക്രട്ട് കോഡുകൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു തരണം എന്ന് അതിനോട് ആവശ്യപ്പെട്ടു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. അദ്ദേഹം എഴുതിയിരിക്കുന്നത് 45,000 പേജുകളുള്ള ഒരു പ്രിൻ്റ് ഔട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇത്രയും സീക്രട്ട് കോഡുകൾ ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അതിൽ ഒന്നാണ് കോഡ് ഓഫ് നമ്പർ 7, 7ൻ്റെ കോഡ്. അത് ഞാൻ തൊടുന്നില്ല. വേദപുസ്തകത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഡ് അദ്ദേഹം പറഞ്ഞത്, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങൾ മുഴുവനും എഴുതപ്പെട്ട ഭാഷയിൽ ഒരൊറ്റ ലൈനായി നീട്ടി അങ്ങ് എഴുതാമെങ്കിൽ അതിനകത്ത് 253 അക്ഷരങ്ങൾ ഇടപെട്ടുള്ള ഈക്വൽ ഡിസ്റ്റൻറ്റ് ലെറ്റർ കോഡിങ്. അതിനകത്ത് ആദ്യത്തെ അക്ഷരം എടുക്കേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, പുസ്തകം എൻ്റെ ഇന്നില്ല. അത് തിരിച്ചതിൻ്റെ ഒരു കോപ്പി കിട്ടുമെന്ന് കണ്ട് ധാരാളം ശ്രമിച്ചു. അതുപോലുള്ള പല പുസ്തകങ്ങൾ കിട്ടിയെങ്കിൽ ഈ പുസ്തകം കിട്ടിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കണം, 301 കോപ്പിയെ പ്രിൻ്റ് ചെയ്തിട്ടുള്ളാവണം. അതിലൊരു കോപ്പിയാണ് എൻ്റെ കയ്യിൽ വന്നു പോയത്. ഓക്കെ, എഴുതി ഒരക്ഷരം പുറത്തെടുത്തു. അവിടെ മുതൽ 256 അതോ 253 അക്ഷരങ്ങൾ എണ്ണി മാറ്റി. അത് കഴിഞ്ഞ് ഒരു ഗോൾഡൻ കളർ കൊടുക്കുക. അടുത്ത അക്ഷരത്തിനൊരു ഗോൾഡൻ കളർ. ഒന്നാമത്തെ അക്ഷരത്തിന് ഗോൾഡൻ കളർ കൊടുത്തു. ഈ 253, അതെ 253 അക്ഷരങ്ങൾ കഴിഞ്ഞ് 254 അക്ഷരത്തിന് ഗോൾഡൻ കോഡ് കളർ കൊടുത്തു. വീണ്ടും 253 അക്ഷരങ്ങൾ മാറ്റി 284, വീണ്ടും അങ്ങനെ 254 അക്ഷരങ്ങളുള്ള 253 അക്ഷരങ്ങൾ വിട്ടെടുക്കുന്ന ഒരു കോഡിങ് ഉണ്ട്. അതിനകത്ത് വായിച്ചാൽ പഴയ നിയമത്തിൽ മുഴുവനും വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം 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 എന്ന് ആവർത്തിക്കുന്നത് കാണാം. അതിനെ തോറ, എബ്രായ ഭാഷയിൽ തോറ എന്നാണ് പറയുന്നത്. തോറ
തോറ എന്ന് ആവർത്തിക്കുന്നത് കാണാം. പുതിയ നിയമത്തിൽ മുഴുവനും ഗ്രീക്ക് ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ലാഗോസ് 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 എന്നെഴുതിയിരിക്കുന്നത് കാണാം. ഒരൊറ്റ പദം ആവർത്തിക്കുന്നത് കാണാം. ഒരു 100 രൂപയുടെ നോട്ടെടുത്ത് സൂര്യന് നേരെ പിടിച്ചാൽ അതിനകത്ത് ഒരു വാട്ടർ മാർക്കിങ് കാണുന്നത് പോലെ, ഒരു സൺലൈറ്റ് പേപ്പർ എടുത്ത് വെളിച്ചത്തിന് നേരെ പിടിച്ചാൽ സൺലൈറ്റ് എന്ന് അതിനകത്ത് വായിക്കുന്നത് പോലെ ഒരു വാട്ടർ മാർക്കിംഗ് ബൈബിളിനകത്തുണ്ട്. എന്നാൽ പിശാചിൻ്റെ മെയിൻ ഉദ്യോഗം, ഓഫ് കോഴ്സ് അദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പോക്രിഫ ചേർത്തില്ല എന്നത് അന്നത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗവും നിഗമനവുമായിരുന്നു. ഇന്ന് മനസ്സിലാകുന്നു അപ്പോക്രിഫയ്ക്കകത്ത് ഈ കോഡില്ല. അപ്പോക്രിഫയ്ക്കകത്ത് ഈ കോഡില്ല. അതിൻ്റെ അർത്ഥം അതിനകത്തെ ചരിത്രം തെറ്റാണെന്നല്ല, ചരിത്രം കള്ളമാണെന്നല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവിക ആധികാരികത അതിനകത്തില്ല. എന്നാൽ ആധികാരികത ഉള്ളതിനെ പോലും കോട്ടിക്കളയുവാൻ എന്നും പിശാച് ശ്രമിക്കും എന്ന് മറക്കരുത്. യേശു പറഞ്ഞു, ഞാൻ സത്യമാണ്, പക്ഷേ സത്യമല്ലാത്തവനാണ് മറ്റവൻ എന്ന് മറക്കരുത്. അത് ഇവിടം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഫിനിഷ് ചെയ്തു. ചെയ്യാത്ത ഭാഗങ്ങൾ ഞാൻ ചേർത്ത് പറഞ്ഞു. തുടർന്ന് നമ്മൾ കാണുന്നത് we all heard Ephesians 6:10-18. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 18 വരെയുള്ള 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മളെല്ലാവരും കേട്ടതാണ്. ഒരു മാതിരി ഒരു ഡ്രസ് കോഡ് എന്താണ് എന്നറിയാം. എല്ലാ പള്ളികളിലും പഠിപ്പിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാം. നമ്മൾ അല്പം കൂടെ ഗൗരവമായി പോകുകയാണ്. ഇതിനകത്ത് നീതി എന്ന കവചം, ഒന്നാമതായി നമ്മൾ ബെൽറ്റിനെ കുറിച്ച് കണ്ടായിരുന്നു. അത് സത്യമാണ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞു. ഇന്ന് വിശദീകരിച്ച് തുടങ്ങുകയാണ്. കാര്യം ഇത് കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തതല്ല. നീതി എന്ന കവചത്തെ ഒന്നാമതായി കാണാം. ഇത് ഹൃദയത്തെയാണ് കാവൽ കാക്കുന്നത്. പ്രധാനമായും നമ്മുടെ ഹൃദയത്തെ കാവൽ കാക്കുന്നതാണ് ഈ നീതി എന്ന കവചം. റോമൻ ഗവൺമെൻറ്റിൻ്റെ കവചം കഴുത്തു മുതൽ അരവരെ നീളുന്നതാകയാൽ ആ കവചത്തിൻ്റെ കീഴിൽ പ്രധാനപ്പെട്ട ഓർഗൻസ് എല്ലാം വരും. മനുഷ്യൻ്റെ ഹാർട്ട് മുതൽ കിഡ്നി വരെയോ ശരീരത്തിനകത്തെ പ്രധാനപ്പെട്ട ഓർഗൻസ് എല്ലാം തന്നെ ഈ കവചം കൊണ്ട് കവർ ചെയ്യുന്നതാണ്. ശത്രുവിൻ്റെ അസ്ത്രങ്ങൾ ഏൽക്കാതെ വണ്ണം നമ്മെ പരിപാലിക്കുന്നതാണ്. അവിടെയാണ് ശത്രുവിൻ്റെ പ്രധാന ആയുധങ്ങൾ അവൻ ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്നത്. ഹൃദയമാണ് പ്രത്യേകിച്ചും പിശാച് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നത്. പല ആയുധങ്ങളും അവൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അവിടെ നിന്നാണ്. റോമൻ പടയാളിയുടെ കവചം കഴുത്തു മുതൽ അരവരെ എത്തുന്നതാണ്. ശരീരത്തിലെ പ്രധാന എല്ലാ ഘടകങ്ങളെയും ഭാഗങ്ങളെയും അത് കാവൽ കാക്കുന്നു. സാധാരണ റോമൻ പടയാളിയുടെ കവചം തടി കൊണ്ടുണ്ടാക്കിയതും അതിൻ്റെ മുകളിൽ തോലുകൊണ്ട് പൊതിഞ്ഞതും ആണ്. ആ തോലുള്ള കവചം അവർ വെള്ളത്തിൽ മുക്കി ആ തോല് നന്നായി കുതിർന്ന ശേഷം മാത്രമേ എടുത്ത് ഇടുകയുള്ളൂ. കാരണം ഈ ശത്രുവിൻ്റെ തീയമ്പുകൾ, ഞാനിന്ന് തീയമ്പിനെ തൊടും, തീയമ്പുകൾ എയ്തു വിടുമ്പോൾ, അന്നത്തെ യുദ്ധ സമ്പ്രദായമാണ്, ഇന്നത്തെ ആറ്റം ബോംബല്ല, ഇന്നത്തെ കെമിക്കൽ ബോംബല്ല, അന്നത്തെ യുദ്ധ സമ്പ്രദായമാണ്. എയ്തു വിടുമ്പോൾ ആ തീയമ്പുകൾ വന്ന് തറയ്ക്കുന്നത് ഇവിടെ ആയിരിക്കാം. അത് തറച്ചകത്ത് കയറാൻ പാടില്ല. 2, അതിൻ്റെ തീ വേഗത്തിൽ കെട്ടുപോകണം. അതുകൊണ്ട് ഈ കവചം മുഴുവനും തന്നെ വെള്ളത്തിനകത്ത് മുക്കി കുതിർത്തതായിരിക്കണം. അടിവശം ഈ ബെൽറ്റിൻ്റെ കീഴിൽ ചേർത്ത് ശരീരത്തിലോട് ഉറപ്പിക്കുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ചിന്തകളെ അത് കംപ്ലീറ്റ്ലി നിയന്ത്രിക്കേണ്ടതാണ്. കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും എന്നിങ്ങനെ പല മണ്ഡലങ്ങൾ നമ്മുടെ ഹൃദയത്തിനുണ്ട്. അവിടെയെല്ലാം പിശാച് ശല്യം ചെയ്യും. നമ്മുടെ സബ് കോൺഷ്യസ് മനസ്സിലേക്ക് താണുപോയ പല ഓർമ്മകളും അവൻ ആത്മയുദ്ധത്തിന് മുന്നമേ പൊക്കിക്കൊണ്ടുവരും. ഒന്നുമില്ലാത്ത വിഷയങ്ങൾ അവൻ ആത്മയുദ്ധത്തിന് മുമ്പേ പൊക്കിക്കൊണ്ടുവരും. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു ദുർസ്വപ്നം കണ്ടെന്നു വരാം. അതുപോലും രാവിലെ എൻ്റെ മനസ്ഥിതിയെ നിയന്ത്രിക്കും. അത് വരാതെ ഇരിക്കുവാൻ അത് മുഴുവനും ആ പുതിയ ഈ തോലുകൊണ്ട് പൊതിഞ്ഞതായ ആ കവചത്തിനകത്ത് കവർ ചെയ്യുന്നു. ഒരഗ്നിയസ്ത്രം വന്നാൽ, ഒരു തീയമ്പ് വന്നാൽ, സാത്താൻ്റെ തീയമ്പുകളെ കുറിച്ച് എഫേസ്യ ലേഖനം പറയുന്നത് പരിചയുടെ കാര്യത്തിലാണ്. പക്ഷേ അത് വന്നാൽ പരിചയിൽ കിട്ടാതെ പോയാൽ നേരെ ഇവിടെ വന്ന് തറയ്ക്കും. അത് കെടുത്തിക്കളയേണ്ടതിന് വേണ്ടിയാണ് ഈ പ്രകാരം കാണുന്നതായ ഈ നനഞ്ഞ കുതിർന്നതായ തോൽ അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. എനിക്കൊന്ന് ഞാൻ കാണിച്ച ചിത്രത്തിൽ നിന്ന് അത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അടുത്ത ചിത്രം വരുമ്പോൾ വീണ്ടും അത് മനസ്സിലാകും. ഞാൻ തീയമ്പുകളെക്കുറിച്ച് 1-2 പദങ്ങൾ പറയട്ടെ. 1-2 പദങ്ങൾ. ഓക്കെ, അടുത്ത ചിത്രം അങ്ങ് എടുത്തു.
തീയമ്പുകളെക്കുറിച്ച് ഞാൻ ഒന്നും കൂടെ എടുത്തു പറയുവാൻ താല്പര്യപ്പെടുന്നു. ശത്രുവിൻ്റെ തീയമ്പുകൾ. എന്താണ് തീയമ്പ്? ഏറ്റവും നന്നായി അതിനെക്കുറിച്ച് പ്രസംഗിച്ച് കേട്ടിട്ടുള്ളത് പാസ്റ്റർ വി എ തോമസ് ആണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഞാൻ ഈ സബ്ജക്റ്റ് എടുക്കുന്നത് കൊണ്ട് കിട്ടാവുന്ന എല്ലാ സോഴ്സുകളും ഉപയോഗിച്ച്, എനിക്ക് കിട്ടാവുന്ന എല്ലാ സോഴ്സുകളും ഉപയോഗിച്ച് പഠിക്കുമ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് അബ്സല്യൂട്ട്ലി അക്ഷരം പ്രതി കറക്റ്റാണ്. ഒരു സാധാരണ അമ്പെടുത്ത് അതിൻ്റെ പുറകിലത്തെ അറ്റത്തൊരല്പം തുണി ചുറ്റി ആ തുണി നെയ്ക്കകത്തോ എണ്ണയ്ക്കകത്തോ മുക്കി കുതിർത്ത ശേഷം അതിൽ തീ കത്തിക്കും. അതിൽ തീ കത്തിച്ചാണ് ഇത് എഴുതി വിടുന്നത്. തീയം വെയ്യുന്നത് ഒരു വ്യക്തിയെ ഉന്നം വെച്ച എങ്കിലും ആ വ്യക്തിയെ മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കത്തി നിൽക്കുന്നത് കൊണ്ട് എൻ്റെ ശരീരത്തിൽ തീ വന്ന് കൊണ്ടാൽ ഞാൻ നിശ്ചയമായും ഓടും, ഞാൻ പോകുന്നിടത്തെല്ലാം തീ കത്തും. അങ്ങനെ ഒരു പടയാളിയുടെ ദേഹത്ത് ഈ തീയമ്പ് തറച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിശ്ചയമായും ഓടുന്നിടത്തെല്ലാം പാളയത്തിൽ തീയിടുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ്. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടാം. എന്താണിത്? ചുമ്മാതെ പറയുന്ന പാഴ്വാക്കുകൾ കാണും ഇതിനകത്ത്, ചില ഭീഷണികളുടെ ധ്വനികൾ കാണും ഇതിനകത്ത്. ഇതൊക്കെയും തീയമ്പുകളാണ്. ഞാൻ കേട്ടിട്ടുള്ള ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ സ്നേഹിതരായി നടന്നിരുന്ന രണ്ടുപേരെ തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ അവരുടെ ഒരു കോമൺ ശത്രു തീരുമാനിച്ചു. ഇവരെ അറ്റാക്ക് ചെയ്യണം. ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹിതരുമാണ്. അതിനെ പോകുന്ന വഴിയിൽ ഒരുത്തനെ, ഇത് വെറും കഥയാണ്, പക്ഷെ കഴമ്പുള്ള കഥയാണ്. ഒരുത്തനെ വിളിച്ച് ഇങ്ങോട്ട് വന്നു. ഇതിനോട് രഹസ്യം പറയാണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അദ്ദേഹത്തെ വിളിച്ചു മാറ്റിയേച്ച് ചെവി പറഞ്ഞു, ആരോടും പറയരുതെന്ന് പറഞ്ഞു. അവൻ ചോദിച്ചു എന്തുവാന്ന് ചോദിച്ചു. മറ്റൊരു ഓട്ടവും വെച്ചു കൊടുത്തു. ഇവിടെ കൂടെ പോയ കൂട്ടുകാരൻ ചോദിച്ചാൽ അവൻ എന്നാ പറഞ്ഞു? ആരോടും പറയരുതെന്നാണ് പറഞ്ഞു. എന്നാലും എന്നോട് പറഞ്ഞു കൂടെ നന്നായി. അവൻ പറഞ്ഞതാകെ ആരോടും പറയരുതെന്ന്. എനിക്ക് മനസ്സിലായി. എങ്കിലും നിനക്ക് എന്നോട് രഹസ്യം മറച്ചു വെക്കണോ? എന്നോട് പറഞ്ഞുകൂടെ? ഇവർ തമ്മിൽ അടിയായി. അവനാകെ പറഞ്ഞത് ആരോടും പറയരുതെന്നേ ഉള്ളൂ. ഒരു കഴമ്പുമില്ലാത്ത കാര്യമാണ്. സഭകളിൽ പൊതുവെ കേട്ടോ എന്തുവാ ഞാൻ പറയുന്നില്ല, ഞാൻ എൻ്റെ വാ കൊണ്ട് പറയണ്ട, അറിഞ്ഞില്ലല്ലേ, അറിഞ്ഞോളും, എന്തുവാ. ശത്രുവിൻ്റെ തീയമ്പ്. പിന്നെ ഒരുത്തനെ വിളിച്ചു പറയും, പ്രാർത്ഥിക്കാനായിട്ട് മാത്രം, നിന്നോട് മാത്രം രഹസ്യം പറയുക, വേറെ ആരോടും പറയണ്ട കേട്ടോ, പ്രാർത്ഥിക്കാൻ മാത്രം. പക്ഷേ ഇവന് കൊള്ളുന്ന കാര്യമായിരിക്കും ഇങ്ങനെ തീയമ്പ്. 2, ഒരു വശത്ത് നിന്ന് ഭീഷണി ഉയരും, നിന്നെ ഞാൻ തട്ടും, നിന്നെ കണ്ടോളാം. ഈ പറഞ്ഞവൻ ആരെങ്കിലും പിടിച്ചില്ലേ വീഴും, അതുപോലെ നിൽക്കുക. അപ്പോൾ അവൻ ആരെയും തട്ടാനും പോകുന്നില്ല, അവൻ ആർക്കും ഒന്നും ചെയ്യാനും പോകുന്നില്ല. പക്ഷേ ഒന്നും ഇല്ലെങ്കിലും ആ പൊള്ളവാക്കിനകത്തുനിന്ന് ഒരു ഭയത്തിൻ്റെ ഭീഷണിയുടെ സ്വരം വരും. അത് കംപ്ലീറ്റ് ക്യാമ്പ് കത്തിച്ച് കളയും. ഇങ്ങനെ ക്യാമ്പ് കത്തിക്കുന്ന എന്തെങ്കിലും ഒന്ന് വന്നാൽ ഞാൻ മുഖേന അത് കെട്ടിരിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ചർച്ചിൻ്റെ വളർച്ചയുടെ പണ്ടൊരു കാലത്ത് യലഹങ്കയിൽ നിന്ന് ഒരു പാസ്റ്റർ PG തോമസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. PG തോമസ് പറഞ്ഞിരുന്ന ഒരു പദം, ഞാൻ പോകുന്ന വഴിയിൽ ഒരു കുളം കണ്ടാൽ ആ കുളത്തിലേക്ക് ചുമ്മാ ഒരു കല്ലെടുത്തിട്ടാൽ, പ്രത്യേക ഉദ്ദേശമൊന്നുമില്ല, കുളം കാണുമ്പം കല്ലും കണ്ടാൽ ചിലർക്ക് തോന്നി എടുത്ത് അങ്ങോട്ട് ഇടണമെന്ന്. കൊച്ചു തവള ഇരിക്കുന്നത് കണ്ട പിള്ളേർക്ക് തോന്നും അതിനായിട്ട് ഒന്ന് എറിയണമെന്ന്. ഓക്കെ, ഇങ്ങനെ ഒരു കുളത്തിനകത്തോട്ടൊരു കല്ലെടുത്തിട്ടു. ആ ഓളം ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. PG തോമസ് പറഞ്ഞത്, ഒരിക്കൽ ഓളം തട്ടി തുടങ്ങിയാൽ നിങ്ങളെ കൊണ്ടൊക്കത്തില്ല ഓളം നിർത്താൻ, അത് തട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങളെ കൊണ്ട് ഒന്ന് കഴിയും. എൻ്റെ കൈ കൊണ്ടൊരു കല്ലിട്ട് ഓളം ഉണ്ടാക്കത്തില്ല എന്ന് വിചാരിക്കാം. ശത്രുവിൻ്റെ തീയമ്പുകളെന്ന് പറയുന്നത് അർത്ഥമില്ലാത്ത ചിലത്, അതേസമയം വൻ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് വന്ന് തറയ്ക്കും. ഇത് വരാതിരിക്കേണ്ടതിന് ഈ കവചം എപ്പോഴും ആ തീ കെടുത്തുന്നത് പോലെയുള്ള ക്രമീകരണങ്ങൾ ഉള്ളതായിരിക്കണം. അത് നമുക്ക് ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ശരീരത്ത് ഒരു തീയമ്പ് വന്ന് തറച്ചാൽ അതുകൊണ്ട് വേറൊരുത്തിന് കേടുവരാതെ ഇവിടെ തന്നെ അത് കിടത്തക്കവണ്ണം ഞാൻ തന്നെ അതിനെ കുഷ്യൻ ചെയ്തോളാം. ചില സമയത്ത് 2 പേര് തമ്മിലൊരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ, എന്നെ അങ്ങനെ വലിയ കേസ് പറഞ്ഞു തീർക്കാനൊന്നും ആരും വിളിക്കത്തില്ല. എന്നാൽ ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാറുണ്ട്, 2ൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് കുഷ്യൻ ചെയ്യും. ഓക്കെ, അവന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു, നിനക്ക് വേണ്ടി ഞാനും ക്ഷമ ചോദിക്കുന്നു, അല്ലെങ്കിൽ അവൻ വാങ്ങിച്ചുകൊണ്ട് പോയത് ഞാൻ തിരിച്ചു തന്നോളാം എന്നിങ്ങനെ ഒന്ന് കുഷ്യൻ ചെയ്യാൻ ശ്രമിക്കും. ഈ തമ്മിലുള്ള ഇടി അങ്ങോട്ടും ഇങ്ങോട്ടും ഏക്കാതെ ഒന്ന് സഹായിക്കാനായി ശ്രമിക്കും. നമുക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിൽ കൂടെ പോകുന്നത് നന്നായിരിക്കും. എല്ലാ രംഗങ്ങളിലും ശത്രുവിൻ്റെ തീയമ്പുകളെ കെടുത്തിക്കളയുന്ന വിശ്വാസത്തിൽ എന്ന വെള്ളത്തിൽ കുതിർത്ത ഈ പടയങ്കികൾ നമുക്ക് ധരിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഈ നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ, നീതിപ്രവർത്തികൾ ഞാൻ സ്വയമായി എടുക്കുന്നതൊക്കെയും കീറ്റ തുണി പോലെയാണ്ട ക്രൂശിൽ വലത്തുവശത്ത് അത് തൂക്കിയിട്ടിരിക്കുന്ന ഞാൻ കാണിച്ചു. എൻ്റെ സ്വയനീതി ഉണ്ടല്ലോ, കറപുരണ്ട തുണി പോലെയാണ്. പാസ്റ്റർ വി എ തോമസ് ഇങ്ങനെ പറയുമായിരുന്നു,
ബുച്ചേഴ്സ് ഇറച്ചിക്കടയിൽ ചെന്നാൽ അവിടെ ഇറച്ചി വിൽക്കുന്ന ഇറച്ചി കച്ചവടക്കാരൻ്റെ, ഈ ദിവസങ്ങളിൽ കാണത്തില്ല, പണ്ട് കാലങ്ങളിൽ കേരളത്തിൽ ചെന്നാൽ ഇറച്ചി കച്ചവടക്കാരൻ്റെ തുണി മുഴുവനും ചോര പിടിച്ചതാ. അതുപോലെയാണ് മനുഷ്യൻ്റെ നീതിപ്രവർത്തികൾ, അതിനേക്കാൾ കളങ്കമുള്ളതാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ നീതി നമ്മെ ധരിപ്പിച്ചതിനാൽ ഞാനും നിങ്ങളും നീതിമാന്മാരായി മാറി. ആ കവചത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കവചം കഴിഞ്ഞാൽ നേരെ അടുത്തതാണ് വെള്ളത്തിൽ മുക്കി കുഴിച്ച കവചങ്ങൾ ശരീരത്തിൽ ധരിക്കുകയാണ്. പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് ഇത് മാറത്തില്ല. ഈ കവചത്തിനകത്ത് ഇതിനൊരു കുളിർമ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് കഴിയത്തില്ല. മോട്ടിവേഷണൽ പ്രീച്ചിങ് കേട്ടതുകൊണ്ടും സാധ്യമാകുകയില്ല. എന്തു വേണം? ഞായറാഴ്ച ആരാധനകളിൽ മാത്രം കൊണ്ട് ഒതുങ്ങുന്നതല്ല അത് വരണമെന്നുണ്ടെങ്കിൽ ദൈവവും ദൈവവചനവുമായി അതുപോലുള്ള ബന്ധം നമുക്കുണ്ടായിരിക്കണം. അതെൻ്റെ അകത്തേക്ക് സോക്ക് ചെയ്ത് കയറണം. ഒരവസരം കിട്ടിയാൽ നനഞ്ഞ് കയറാതെ, ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സോക്ക് ചെയ്ത് കയറുവാൻ, കുതിർന്ന് കയറുവാൻ ദൈവവചനത്തിൽ കുതിരുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഞാൻ ഇന്ന് വന്നത് വചനത്തിൽ കുതിരേണ്ടതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി കർത്താവ് എനിക്ക് കൃപ തരട്ടെ. ഗൗരവമായ വിശ്വാസം നമ്മിൽ ഉണ്ടായേ മതിയാകൂ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് എനിക്കറിയാം. എൻ്റെ കീഴിലുള്ള മണ്ണ് മാറിപ്പോയാലും, എൻ്റെ ചുറ്റുമുള്ള സകലരും നീങ്ങിപ്പോയാലും, ആകാശം മീതെ നിന്ന് മാറിയാലും മാറാത്ത ഒരുത്തനുണ്ട്. അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തരാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ കോടാനുകോടി ദൂതന്മാർ എൻ്റെ കൂടെ ഉണ്ട്. എല്ലാവരും കൈവിട്ടാൽ കൈവിടാത്തവനായ ദൈവം ആ ദൂതന്മാരെ അയച്ച് സഹായിക്കും. യേശുവിൻ്റെ കൂടെ വന്ന പത്രോസ് ഒരു വാളെടുത്ത് മഹാപുരോഹിതൻ്റെ ദാസൻ്റെ ഭൃത്യൻ്റെ കാതറുക്കുന്ന സാഹചര്യത്തിൽ, പാസ്റ്റർ കാനമച്ചൻ പറയുന്നത് ഞാൻ നന്നായി ഓർക്കുന്നുണ്ട്, പത്രോസ് ആകപ്പാടെ വാളെടുത്ത് ഒറ്റ വെട്ടുന്നത് റോമ സാമ്രാജ്യത്തെ മൊത്തം തകർത്തുകളെയും യഹൂദമതത്തെയും പുരോഹിതന്മാരെയും എല്ലാം തീർത്തുകളെയും എന്ന ഭാവത്തോടെയാണ് യേശുവിൻ്റെ അനുമതിയോടെ കൊണ്ടുവന്നതായ വാളെടുത്ത് ഒരൊറ്റ വെട്ടുന്നത്. വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് പത്രോസിന് മനസ്സിലായത് മഹാപുരോഹിതൻ്റെ ഭൃത്യൻ്റെ ദാസൻ്റെ കാതിൻ്റെ തുമ്പയിലെ മുറിവുള്ളൂ, അല്ലാതെ ഒന്നും സംഭവിച്ചില്ല. പലപ്പോഴും നമ്മൾ പ്രവൃത്തികൾ ചെയ്ത് പരാജയപ്പെടുമ്പോൾ, ഞാൻ ആഗ്രഹിച്ച വൻകാര്യം നടന്നില്ല എന്ന് ഓർക്കുമ്പോൾ നിരാശ കൊണ്ട് ഹൃദയം നിറയുവാൻ സാധ്യതയുണ്ട്. അന്നേരം മോട്ടിവേഷണൽ പ്രസംഗങ്ങൾക്ക് ഇവിടത്ത് വരെ ഉള്ളൂ, ഇതിനപ്പുറത്തോട്ട് ഇത് പോകത്തില്ല. പോസിറ്റീവ് തിങ്കിങ് ഇതിനപ്പുറത്തോട്ട് പോകത്തില്ല. എന്നാൽ ഇവിടെ എന്നെ താങ്ങി നിർത്തുന്ന കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. പത്രോസിനോട് യേശു പറഞ്ഞൊരു പദം, പത്രോസേ, 12 ലെഗിയോനിലധികം ദൂതന്മാരെ ഇപ്പം വിളിച്ചു നിർത്താൻ എനിക്ക് കഴിയും. പക്ഷേ ഞാൻ നിൽക്കുന്നത് ചിലത് സഫർ ചെയ്യാൻ വന്നതാ മോനെ, ഒരു പർപ്പസിന് വേണ്ടി ഞാൻ വന്നതാ. ഇതിനകത്ത് നിൽക്കുന്ന എത്ര പേർക്കറിയാം ദൈവം എന്നെ ഇവിടെ ആക്കിയതൊരു പർപ്പസിന് വേണ്ടിയാ, അത് ഞാൻ പൂർത്തീകരിച്ചിരിക്കും. അങ്ങനെ വിശ്വസിക്കുന്നവരെ ദൈവവും താങ്ങും. അവർ വിശ്വാസത്തിൻ്റെ പരിചയം ദൈവം പിന്നത്തേതിൽ അവരുടെ കയ്യിൽ കൊടുക്കും. ഞാൻ മുന്നോട്ട് മാറട്ടെ. എന്താണ് ഈ തീയമ്പുകൾ? വെറും അർത്ഥമില്ലാത്ത ദുഷ്പ്രചരണങ്ങൾ, കാര്യമില്ലാത്ത വാക്കുകൾ. പക്ഷെ പാളയത്തിൽ തീ കൊളുത്തുവാൻ അത് മതിയായതാണ്. എതിർ പ്രാർത്ഥനകളും ഭീഷണികളും ഇതിനകത്ത് ഉൾപ്പെടും. ഞാൻ ഭീഷണിയുടെ കാര്യം ഓൾറെഡി ഒന്ന് തൊട്ടു. എതിർ പ്രാർത്ഥനകൾ. നിങ്ങളിൽ ഒരാൾ നന്നാകുന്നത് എനിക്ക് താല്പര്യമില്ല. ബഥേൽ വളരുന്നതിൽ അടുത്തൊരാൾക്ക് ഇഷ്ടമില്ല. അവരിൽ 2-3 പേരങ്ങ് ഉപവസിക്കാൻ തീരുമാനിച്ചു, കർത്താവേ ബഥേലിനെ പൊളിച്ചടുക്കി എൻ്റെ കയ്യിൽ തരണമേ. അതൊന്ന് പൊളിഞ്ഞു കിട്ടിയാൽ എനിക്ക് എൻ്റേതുപോലുള്ള 7 സഭകൾ തുടങ്ങാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ കയ്യിൽ തരണേ എന്ന് പറഞ്ഞ് ഉപവസിക്കുന്നവർ കാണും, പ്രാർത്ഥിക്കുന്നവർ കാണും. ഇതിനെ എതിർ പ്രാർത്ഥന എന്ന് വിളിക്കും. എതിർ പ്രാർത്ഥനയെ സോളിഷ് പ്രയർ എന്നാണ് ഇംഗ്ലീഷിൽ പൊതുവെ ആത്മയുദ്ധ വീരന്മാർ വിളിക്കുന്നത്. ഇത് ആത്മാവിൽ നിന്നുയരുന്ന പ്രാർത്ഥനയല്ല. നെയിം ആൻഡ് ക്ലെയിം എന്ന് പറയുന്ന വേറൊരു സമ്പ്രദായമുണ്ട്. എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ ഒരാൾ ഒരു നല്ല കാർ വാങ്ങിച്ചു, എനിക്ക് കാർ അങ്ങ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നെയിം ആൻഡ് ക്ലെയിം, അതിൻ്റെ അടുക്ക പോയിട്ട് പറയുക, അതിൻ്റെ ഈ കാറ് എനിക്ക് വരട്ടെ. ഒരു പ്രിൻസിപ്പിളാണ് പ്രാർത്ഥനയുടെ. ഈ കാറ് എനിക്ക് വരട്ടെ. നെയിം ആൻഡ് ക്ലെയിം. നെയിം ആൻഡ് ക്ലെയിം നടന്നിരിക്കും. അവൻ കാറ് വിൽക്കും, നിങ്ങൾ തന്നെ വാങ്ങും, അവൻ പൊളിയും. പക്ഷേ ഈ സോളിഷ് പ്രയറിന് മറുപടി തരുന്നത്, ഇത് ആത്മാവിൽ നിന്ന് വരുന്നതല്ല. സോളിഷ് പ്രയറിന് മറുപടി തരുന്നത് ദൈവമല്ല, ലൂസിഫേറാ. അഭിഷക്തരായ ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വീണായി പോകത്തില്ല, നിർമൂലമാകുകയില്ല. പകരം അതിന് മറുപടി വന്നേ മതിയാകൂ.
അനാവശ്യമായ പ്രാർത്ഥനയും ആത്മാപ്രേരണ ഇല്ലാത്തതുമാകയാൽ ദൈവം അതിന് മറുപടി തരികയില്ല. പകരം ആ വാക്കുകൾ ലൂസിഫർ ഏറ്റെടുക്കും. അതിന് നിങ്ങൾക്ക് ഇത് ലഭിക്കും, പക്ഷേ അതോടുകൂടെ നിങ്ങളുടെ ആത്മാക്കൾ നശിക്കും എന്ന് മറക്കരുത്. അത് മാന്ത്രിക ശക്തികൾ പോലെ ദോഷകരമാണ്. ലോകമോഹങ്ങളും ഈ ലോകത്തോട് അനുരൂപമാകുവാനുള്ള പൈശാചികമായ പ്രവണതകളും എല്ലാം ഈ കൂട്ടത്തിൽ കൊണ്ടുവരുന്ന വിശ്വാസത്തിൻ്റെ എതിരെ എയ്യപ്പെടുന്നതായ തീയമ്പുകളാണ് എന്ന് മറക്കരുത്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം. ജഡമയത്വം, ലോകമയത്വം, എനിക്ക് മറ്റുള്ളവരെ പോലെ ആകണം, ലോകമനുഷ്യരോട് തത്തുല്യരാകണം എന്ന ചിന്തകൾ ഒക്കെ ഇതിനകത്തുനിന്ന് വരുന്നത് തീയമ്പുകളുടെ ഭാഗമാണെന്ന് മറക്കരുത്. അത് വന്നാൽ എൻ്റെ കവചത്തിൽ തറച്ചാൽ അത് ഉടൻ കെട്ടുപോകത്തക്കവണ്ണം പ്രൈസ് ദി ലോർഡ് ആത്മാവിൻ്റെ തീ വഹിക്കുന്നവർക്കായി, വെള്ളത്തിനകത്ത് കുതിർത്തവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇനിയും ഞാൻ ട്യൂഡോ ഫോർമേഷനെ കുറിച്ച് ഇന്നലെ ഒന്ന് പറയുകയുണ്ടായി. ഇതിന് തന്നെ തത്തുല്യമാണ് അവരുടെ കയ്യിലുള്ള പരിച. ഞാൻ പരിചയെക്കുറിച്ച് പറഞ്ഞോളാം. മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു അവരുടെ കവചത്തിൻ്റെ പ്രത്യേകത അത് ഏറെക്കുറെ റെക്റ്റാങ്കുലർ ഷേപ്പുള്ളതാണ്. ഈ റെക്റ്റാങ്കുലർ ഷേപ്പുള്ളതായ ഈ കവചം, ഞാൻ ഒന്ന് പുറകോട്ട് വന്നോട്ടെ. അതെ, ഈ റെക്റ്റാങ്കുലർ ഷേപ്പുള്ളതായ ഈ കവചം ഇത് കണ്ടോ, ഇത് പരിചയമായിട്ട് മാറ്റുകയാണ്. ഇതിൻ്റെ വിശ്വാസത്തിൻ്റെ പരിച. ഇത് ഈ കവചത്തിൻ്റെ മേൽവശത്തൊന്ന് ഷാമ്പർ ചെയ്തുകൊണ്ട് ഒരു സെമി സർക്കുലർ ഫോമാക്കി, അതർവൈസ് ഇവിടെ വെക്കുമ്പോഴുള്ള രൂപത്തിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസം മാത്രം വരുത്തി അടിവശവും മേൽവശവും സെമി സർക്കുലർ ഫോമാക്കി എടുക്കുന്നതാണ് പരിച എന്ന് വിളിക്കുന്നത്. ഈ പരിചയ്ക്കിടെയും പ്രത്യേകത ഇതും ഇതുപോലെ തന്നെ തോലുകൊണ്ട് പൊതിഞ്ഞതാണ്. ഇതും ഇതുപോലെ തന്നെ വെള്ളത്തിൽ മുക്കുന്നതാണ്. ഈ പരിച കൊണ്ടാണ് സത്യത്തിൽ ഈ തീയമ്പുകളെ തടയേണ്ടത്. ഈ തീയമ്പുകൾ കെട്ടുപോകത്തക്കവണ്ണം വിശ്വാസത്തിൽ കുതിർന്നതാണിത്. ഈ പരിച ധരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് അവനെതിരെ വരുന്ന സകലതിനെയും കെടുത്തിക്കളയാൻ കഴിയും. എൻ്റെ അകത്ത് ജഡമോഹം ഉദിച്ചു വന്നാൽ, ഒരു ജഡമോഹം കയറി വന്നാൽ, എനിക്കങ്ങ് തോന്നിയെന്നിരിക്കട്ടെ, നാളെ വേറൊരു കളറുള്ള ഒരു നല്ല ഒരു പാൻറ്റിട്ട അല്ലെങ്കിൽ ഷർട്ടിട്ട ഒരാൾ ഇതിനകത്ത് കയറി വന്നു. എനിക്ക് ചുമ്മാ അങ്ങ് തോന്നി നന്നായിരിക്കും. ചുമ്മാ തോന്നുമല്ല, പിശാച് ഒരൊറ്റ അമ്പ് ചെയ്യുന്നതാണ്. നോക്കണം, നന്നായിരിക്കുന്നു. എൻ്റെ അകത്തങ്ങ് കയറി നന്നായിരിക്കുന്നു. പിന്നെ അത് കിട്ടുന്നത് വരെ എനിക്ക് ഉറക്കമില്ല. ഞാൻ എങ്ങനെയും അത് സമ്പാദിക്കാനായി ശ്രമിക്കും. ഒരാത്മീയൻ്റെ പ്രത്യേകത, എൻ്റെ പരിചയയിലോട്ടാണിത് തറച്ചതെങ്കിൽ അപ്പോഴേ കെടും. ഇത് നാളത്തേക്ക് നിൽക്കത്തില്ല. പറയാൻ, കർത്താവേ ഇതിനെ ഒന്ന് കെടുത്തിത്തരണേ. ഇതും ഇതുപോലെ തന്നെ ഷേപ്പുള്ളതാണ്. മുൻപിൽ നിന്ന് ഏറെക്കുറെ ഒരു സെമി സർക്കുലർ രൂപത്തിൽ വരുത്താവുന്നതും, കംപ്ലീറ്റ്ലി ആകത്തില്ല, ഏറെക്കുറെ ഒന്ന് ഷാമ്പർ ചെയ്ത് രൂപപ്പെടുത്തിയതും, ഒരു സെമി സർക്കുലർ ഫോമിൽ മേൽവശവും താഴ്വശവും ആക്കിയതും ഷാമ്പർ ചെയ്ത ഈ പരിചകൾ ഒന്നിച്ചു പിടിച്ചാൽ ഒരുമിച്ച് യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഈ ഇരിക്കുന്ന പുൾപ്പിറ്റ് ഒരു പടയാളിയാണെന്നിരിക്കട്ടെ, ആ പടയാളിയുടെ കയ്യിൽ ഒരു പരിചയമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വണ്ണത്തെക്കാൾ അല്പം കൂടെ വലുതായിരിക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് കവർ ചെയ്ത് നിൽക്കും. എൻ്റെ കയ്യിലുമുണ്ടൊരു പരിച, എൻ്റെ വണ്ണത്തെക്കാൾ അല്പം കൂടെ വലുതായിരിക്കും, അങ്ങോട്ട് കവർ ചെയ്ത് നിൽക്കും. ഈ പരിചകൾ തമ്മിൽ തൊടുമ്പോഴും ഞങ്ങൾ തമ്മിൽ തൊടത്തില്ല. എനിക്ക് 4 അടി വണ്ണമുണ്ടെങ്കിൽ, അത്രയൊന്നും ഇല്ല, 4 അടി വണ്ണം ഉണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് നിൽക്കുന്നയാളിനും 4 അടി വണ്ണം ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പരിചകൾക്ക് 6 അടി വീതി വീതം ഉണ്ടെന്നിരിക്കട്ടെ, ഈ പരിചകൾ തമ്മിൽ തൊടും, പക്ഷെ ഞങ്ങൾ തമ്മിൽ തൊടത്തില്ല. ഞങ്ങൾ 2 പേര് ചേർന്ന് നിൽക്കുന്ന ഇടത്ത് ഇതിനപ്പുറത്തോട്ട് ആളുകൾ നിൽക്കുകയാണ്. ഒരു സൈന്യം മൂവ് ചെയ്തു പോയാൽ മുൻപിൽ ഒരു കോട്ട പോലെ അത് നിൽക്കും. ഇൻ്റർസെസറി പ്രയർ എന്നൊക്കെ ഇതിനെ വിളിക്കും. ഒരുവന് വേണ്ടി വേറൊരുവൻ മധ്യസ്ഥത ചെയ്യുക, ഒരുവന് വേണ്ടി വേറൊരുത്തൻ്റെ വിശ്വാസം ഉപയോഗിക്കുക. നമ്മിൽ ഒരാൾ വിശ്വാസത്തിൽ കുറവുള്ളവനാണെങ്കിൽ ആളിനെ വഹിച്ചു പ്രാർത്ഥിക്കുക. അങ്ങനെയാകുമ്പോൾ സെക്കൻഡ് ലൈനിൽ വരുന്നവൻ എന്തു ചെയ്യും? സെക്കൻഡ് ലൈനിൽ വരുന്നവൻ അവൻ്റെ കയ്യിലുള്ള പരിച തലയ്ക്ക് മുകളിൽ പിടിക്കും. തലയ്ക്ക് മുകളിൽ ഒരു ഷീൽഡ് പോലെ ഇതായിരിക്കും. 3-ാമത്തെ റോയിൽ വരുന്നവനോ സൈഡിൽ പിടിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു സൈന്യം ഒരുമിച്ച് മാർച്ച് ചെയ്യുമ്പോൾ
പരിചകൾ കൊണ്ട് തന്നെ കവർ ചെയ്യപ്പെട്ട ഒരു മൊബൈൽ പന്തൽ പോലെ ഇരിക്കും ഇത്. നടപ്പന്തൽ എന്ന് കേട്ടിട്ടില്ലേ? നടപ്പന്തൽ, നടക്കുമ്പോൾ കൂടെ നടന്നു മാറുന്ന ഒരു പന്തലായി ഇരിക്കും ഇത്. ഇതിനു വേണ്ടിയാണ് സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നത്. അവനവൻ്റെ അറയിൽ കടന്ന് വാതിലടച്ചൊറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സമ്പ്രദായം യേശു പഠിപ്പിക്കുന്നുണ്ട്. അത് പ്രാഥമിക ആയുധം തന്നെയാണ്. പക്ഷേ ആർമറിയിലോട്ട് കടക്കുമ്പോൾ സംഗതി വേറെയാണ്. ഇതേ പ്രാർത്ഥന തന്നെ അനേക രീതികളിൽ ശക്തമായി ഉപയോഗിക്കാം. ഒന്ന്, ഉപവസിക്കുന്നത് കൊണ്ട് അതിൻ്റെ മേലൊരു ആത്മശക്തിയുണ്ട്. രണ്ട്, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരിലേക്ക് വരേണ്ടത് ചിലത് ഇങ്ങോട്ട് വരികയാണ്. ഒരിക്കൽ ഗംഗാനഗർ ചർച്ചിൽ വെച്ച് ദുർഭൂതബാധിതനായ ഒരാളിനെ ചർച്ചിനകത്തോട്ട് കൊണ്ടുവന്നു. അന്ന് അനേക ഭൂതങ്ങൾ ഇളകിയതുകൊണ്ട് പാസ്റ്റേഴ്സ് 2 പേര് അന്നുണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടെ. ഞങ്ങൾ 2 പേരും 2 ആൾ ഭൂതം പിടിച്ച 2 പേരുടെ കൂടെ നിന്നു. 3-ാമത്തെ ആളിൻ്റെ കൂടെ ചർച്ചിലുണ്ടായിരുന്ന എൽഡേഴ്സ് നിന്നു. സത്യമായി നടന്ന ചരിത്രമാണ്. ആ സമയത്താണ് 4-മതൊരാളിന് ഭൂതം ഇളകുന്നത്. നോക്കാൻ ആരുമില്ല. കാര്യം ആകെ 3 ഗ്രൂപ്പായിട്ട് ഞങ്ങൾ തിരിഞ്ഞു നിൽക്കുക. അന്നേരത്താണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഇടപെട്ടത്. 10 വയസ്സ് 12 വയസ്സൊക്കെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഇടപെട്ടു. ചെന്നൊരു ഭൂതത്തോട് ചോദിച്ചു, നീ ആരാ എന്നാന്ന് ചോദിച്ചു. അത് പയ്യെ കഥ പറയാൻ തുടങ്ങി. അന്ന് ഞങ്ങൾക്കൊരു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു, പഴയ കാസറ്റ് റെക്കോർഡർ. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ പിള്ളേർ പോയിട്ട് എൻ്റെ ടേപ്പ് റെക്കോർഡർ എടുത്തുകൊണ്ട് വന്ന് ഈ ഭൂതം പറഞ്ഞതെല്ലാം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പറയുകയാണ്, ഞങ്ങളെ ഈ സഭ നശിപ്പിക്കേണ്ടതിന് വേണ്ടി മാന്ത്രിക ശക്തിയാൽ ഇവിടെ അയച്ചതാ. പക്ഷെങ്കിൽ മാസങ്ങളായി ഞങ്ങൾ വെളിയിൽ നിൽക്കുകയായിരുന്നു, അകത്തോട്ട് കയറാൻ ഒക്കത്തില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തർ അകത്ത് കയറിയത്. അവൻ്റെ കൂടെ ഞങ്ങളും പോരുന്നതാണ്. പൈശാചിക ശക്തികളെ വഹിക്കുന്നവർ മറ്റു പൈശാചിക ശക്തികളെ കൊണ്ടുവരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നൊരു വിഭാഗത്തിന് ഭയമായതുകൊണ്ട് അകത്ത് കയറുവാൻ കഴിയാതെ നമ്മുടെ മേലുള്ളതായ ആ കവചം അല്ലെങ്കിൽ ആ പരിച നമ്മെ സൂക്ഷിക്കട്ടെ, ആ പരിച സൂക്ഷിക്കട്ടെ. ഇതിനെ ട്രൂഡോ സെറ്റപ്പ് എന്ന് അവർ വിളിക്കുമായിരുന്നു. 2 പേരുകൾ അതിനവർ കൊടുത്തിട്ടുണ്ട്. അതിനെ ട്രൂഡോ എന്ന് മൊത്തത്തിൽ വിളിക്കുന്നു. ഈ തീയമ്പുകൾ നമ്മളെ അറ്റാക്ക് ചെയ്യാതിരിപ്പാൻ, സമൂഹത്തെ അറ്റാക്ക് ചെയ്യാതിരിപ്പാൻ അങ്ങനെ അതിനെ വെക്കാറുണ്ടായിരുന്നു. ഞാൻ അങ്ങ് മുന്നോട്ട് മാറുകയാണ്. അടുത്തത് ഞാൻ ചെരുപ്പിലേക്ക് പോകാൻ. ഇതിൻ്റെ 2 പേരുകൾ എന്തൊക്കെയാണ്? ഒന്ന് ട്രൂഡോ അല്ലെങ്കിൽ ടെസ്റ്റിഡോ. 2 പേരുകൾ റോമൻ ഗവൺമെൻറ് അതിന് കൊടുത്തിരുന്നു. ഇന്നും ആ പേരുകൾ നിലനിൽപ്പുണ്ട്, ഇന്നും ആ പേരുകളുണ്ട്. ഇൻ്റർനെറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഈ രണ്ട് പേരുകളിൽ ഇത് ഒരേ ഫോർമേഷനാണ്. ഒരുമിച്ച് നടക്കുക. നമുക്ക് ഒരുമിച്ച് നടക്കുവാൻ കർത്താവ് ഒരു കൃപ തരട്ടെ. അണ്ട് അവൻ പ്രാർത്ഥനയ്ക്ക് വന്നതുകൊണ്ട് ഞാൻ മറ്റേ മൂലയ്ക്ക് ഇരുന്നോളാം എന്ന് പ്രതീക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ 2 പേരുടെയും പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ എത്തുമെന്ന് തോന്നുന്നില്ല. അവരുടെ കൂടിയിരിക്കുന്നവരുടെ പ്രാർത്ഥനയും അവതാളത്തിലാകും. എന്നാൽ ഒരുമിച്ച് നിൽക്കുവാൻ കഴിയുന്നവർക്കായി സ്വർഗത്തിലെ ദൈവത്തെ വാഴ്ത്തുന്നു. എൻ്റെ സഹോദരന്മാരെ, ഞാൻ ഈ സമയം ഒന്ന് പറയട്ടെ. ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഇതിനകത്തിരിക്കുന്ന ഏതു വ്യക്തിയോടും, എന്നോട് സഹകരിക്കുന്ന ഏതു സഭകളിലുള്ള വ്യക്തിയോടും കൂടെ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തക്കവണ്ണം ഒരു കോൺഫിഡൻസ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ചിലതിനെ എണ്ണപ്പെട്ട എതിരാളികളായി കണ്ടെങ്കിൽ അതിനോട് സ്ഥിരകാലം അകന്നു നിൽക്കുകയും ചെയ്യും. അത് തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അരുതാത്തതിനോട് ബന്ധമില്ലാതെ ആകാവുന്നതുമായി ഒരുമിച്ച് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തരട്ടെ. അടുത്തത് ചെരുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. കാലിക എന്നാണ് ഈ ചെരുപ്പിനെ റോമൻ ഗവൺമെൻറ് വിളിക്കുന്നത്. KLIGA എന്നും CALIGA എന്നും 2 പേരുകളിൽ ഇതറിയപ്പെടുന്നുണ്ട്. ഇന്നും ഇത് ഉണ്ട്, നിലവിലുണ്ട്. ഈ 2 പേരും ഇതിനുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, നിൽക്കുന്ന മണ്ണ് ഉറപ്പുള്ളതാണെങ്കിൽ ഇത് സ്ലിപ്പ് ചെയ്യത്തില്ല. നിൽക്കുന്ന മണ്ണ് ചതുപ്പ് മണ്ണാണെങ്കിലും ഇത് സ്ലിപ്പ് ചെയ്യത്തില്ല. ഇതിനടിയിൽ ചില പോർഷൻസ് ഉണ്ട്. അതിൻ്റെ നിർമ്മിതി അങ്ങനെയാണ്. മണ്ണിൽ ഉറച്ചു നിൽക്കാൻ കഴിയും. കെട്ടുറപ്പിന് വേണ്ടി നിൽക്കുന്നിടത്തുനിന്ന് വഴുതിപ്പോകാതെ നിൽക്കാതിരിക്കേണ്ടതിന് വേണ്ടി പ്രത്യേക രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പട്ടാള ആവശ്യത്തിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് കാലിക. ഈ കാലികയെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. നിങ്ങളുടെ കാലിന് സുവിശേഷ ഘോഷണത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിക്കൊള്ളണം. മണ്ണിൽ ഉറച്ചു നിൽക്കേണ്ടതിനാണ്. വലിയ ഗ്രിപ്പ് തരുന്നതാണിത്, ബലം നൽകുന്നതാണിത്. ഇത് കാലുകളിൽ കെട്ടി ഉറപ്പിക്കുന്നതിനാൽ ഇത് ധരിച്ചിരിക്കുന്ന മനുഷ്യനും ഉറച്ചു നിൽക്കാൻ കഴിയും. വഴുവഴുപ്പുള്ള മണ്ണിലും ചതുപ്പ് നിലങ്ങളിലും ഉറപ്പുള്ള പാറയിലും
കടും തൂക്കായ പർവ്വതങ്ങളിലും ഏതു സാഹചര്യത്തിലും വേഗത കുറയ്ക്കാതെ ഓടുവാൻ വഴുതിപ്പോകാതിരിക്കുവാൻ സാധ്യതയില്ലാതെ വണ്ണമാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, ഇതിൻ്റെ ക്രിയേഷൻ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവപൈതലുടെ കാര്യം ഓർക്കണം. നിങ്ങൾ പർവ്വതമേടുകളെ താണ്ടേണ്ടവരാണ്. നിങ്ങൾ സ്ലിപ്പറിയായ മണ്ണുകളിലൂടെ പോകേണ്ടവരാണ്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും പോകേണ്ടതാണ്. അതാണ് ഒരു പട്ടാളക്കാരൻ. ദൈവത്തിൻ്റെ പട്ടാളക്കാരനെ കുറിച്ച് കർത്താവ് പൗലോസ് പറഞ്ഞു, കുഞ്ഞെ ആദ്യമേ ഈ ചെരുപ്പെടുത്തിട, അല്ലെങ്കിൽ പലയിടത്ത് നീ സ്ലിപ്പായി പോകും. രണ്ടുപേർ ഇതിലേ പറഞ്ഞു അത് പറഞ്ഞു, രണ്ടുപേർ അത് പറഞ്ഞു, എനിക്കിനി പണി വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ പോകുന്ന ആയിരങ്ങൾ പുറകോട്ട് മാറുമ്പോൾ വിശ്വാസവീരന്മാർ ഏത് മണ്ണിലും ഓടത്തക്കവണ്ണം, ഏത് പർവ്വതമുകളിലും കയറത്തക്കവണ്ണം അവർ ശക്തരായി നിൽക്കേണ്ടതിന് ദൈവം അവരെ ശക്തീകരിക്കട്ടെ. നമ്മുടെ കാലിൽ ഈ ചെരുപ്പ് കെട്ടി ഉറപ്പിക്കണം. ഒരിക്കൽ മോശ ഒരു 12 പേരെ ഒറ്റുനോക്കാൻ വേണ്ടി അയച്ച ചരിത്രമുണ്ട്. കഴിഞ്ഞ ദിവസം ആരോ ഒരു വാചകത്തിൽ അതിവിടെ ഒന്ന് സൂചിപ്പിച്ചു. രാജൻ ജോർജ് പാസ്റ്റർ ഒരു വാക്കിൽ അതൊന്ന് സൂചിപ്പിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, 12 പേരെയാണ് അവിടത്തേക്ക് അയച്ചത്. അവരെ 12 പേര് പോയി. രണ്ട് പേർ ആത്മക്കണ്ണിലൂടെ കണ്ടു. വേറൊരു ഭാഷയിൽ അങ്ങനെ എളുപ്പം തെന്നുന്നതായിരുന്നില്ല അവരുടെ ചെരുപ്പുകൾ. അവർ വലിയ മല്ലന്മാരെ കണ്ടേച്ചു പറഞ്ഞു, മല്ലന്മാരെ കണ്ടത് സത്യമാണ്. ഞങ്ങളുടെ പുറം കണ്ണുകൾ മല്ലന്മാരെ കണ്ടപ്പോൾ അകം കണ്ണുകൾ കണ്ടത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. വാഗ്ദത്തം പറയുന്നവനായ ഒരു ദൈവം ഈ ജാതിയെ നിനക്ക് കീഴാക്കി തരും, രാജാക്കന്മാരെ നിൻ്റെ കീഴാക്കി തരും. ഇതിനകത്ത് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഓരോ ദൈവപൈതലും ദൈവശബ്ദം കേട്ടിറങ്ങിയവരായിരിക്കണം. വളരെ വ്യക്തമായി ദൈവശബ്ദം കേൾക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിലും ഞാനും സുനിൽ പാസ്റ്ററും തമ്മിൽ സംസാരിക്കുമ്പോൾ പല വിശ്വാസത്തിൻ്റെ പദങ്ങളും എൻ്റെ ഹൃദയത്തിൽ ഉയർന്നു വന്നു. കാരണം ഞാൻ നിൽക്കുന്നത് സ്ലിപ്പറി ഗ്രൗണ്ടിലല്ല. ഒരിക്കൽ മോശ ഒരു 12 പേരെ പറഞ്ഞയച്ചു. ആ 12 പേരും പോയി നോക്കി, ഒരുപോലെ നോക്കി, ഒരുപോലെ അവർ അധ്വാനിച്ചു, ഒരുപോലെ റിപ്പോർട്ട് തയ്യാറാക്കി. ആ 12 പേരും ഒരുപോലെ മുന്തിരിക്കൊല കട്ട് ചെയ്തുകൊണ്ട് വന്നു. പക്ഷേ 10 പേരുടെ അകത്ത് അവരുടെ നാവുകളിൽ വന്ന പദം അവിശ്വാസത്തിൻ്റെ വാക്കുകളായിരുന്നു. സംഗതി എല്ലാം ദൈവം പറഞ്ഞ പോലെ സത്യമാണെങ്കിലും നമ്മെക്കൊണ്ട് ഇത് പിടിച്ചെടുക്കാൻ ഒക്കത്തില്ലെന്നായിരുന്നു. എന്നാൽ ഒരു 2 പേർ ഇട്ടിരുന്ന ചെരുപ്പുണ്ടല്ലോ, ഫേം, അവർ 2 പേര് പറഞ്ഞു, കണ്ണുകൊണ്ട് കാണുന്നത് പോലെയല്ല, വിശ്വാസത്താൽ ജയമുണ്ട്. വാക്ക് പറഞ്ഞവനായൊരു ദൈവമുണ്ട്. ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, വാഗ്ദത്തം കേൾക്കാത്ത ഒറ്റയാൾ നിങ്ങളുടെ ഇടയിലില്ല. ഇന്ന് ഞാൻ പറയുന്ന വാക്കുകൾക്കകത്ത് ഒരു ദൈവിക വാഗ്ദത്തം ഉണ്ട്, മറക്കരുത്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആശയം പറയട്ടെ, പഴയ ആശയം. ഈ ആഴ്ചയിലും ഇത് തീരുമെന്ന് തോന്നുന്നില്ല. ഒരു ദൈവിക ആശയത്തിലേക്ക് ഒന്ന് വരുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഇസ്രായേൽ ജനത്തിന് വേണ്ടി പണ്ട് മന്ന പെഴിഞ്ഞത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? കുറച്ച് മഞ്ഞ് ആദ്യമേ പെയ്തു. ആ മഞ്ഞ് ഒരു തകിടായി മാറിയതോടുകൂടെ ആ മഞ്ഞിൻ്റെ പുറത്തേക്ക് മന്ന എന്ന അപ്പം വീണു. വീണ്ടും അതിൻ്റെ പുറത്ത് മണ്ണ് കിടന്നു. അതുകൊണ്ട് എയർ കണ്ടീഷൻ സാഹചര്യത്തിൽ, ഫ്രീസർ സാഹചര്യത്തിൽ ഈ മന്ന അവിടെ കിടക്കുകയാണ്. അപ്പമാണ് മന്ന, അതവിടെ കിടക്കുകയാണ്. നേരം വെളുക്കാറായപ്പോഴത്തേക്ക് മഞ്ഞ് അലിഞ്ഞു മാറാൻ തുടങ്ങി. മഞ്ഞ് അലിഞ്ഞു മാറുമ്പോൾ മന്ന പ്രത്യക്ഷപ്പെട്ടു. ഞാനും മന്ന പെറുക്കാൻ പോയ കൂട്ടത്തിൽ അന്നിരിക്കട്ടെ. മന്നയേക്കാൾ കൂടുതലുള്ളത് മഞ്ഞ, മറക്കരുത്. ഒന്നുകൂടെ ആവർത്തിക്കാം, മന്നയേക്കാൾ കൂടുതലുള്ളത് മഞ്ഞ. മഞ്ഞിനകത്ത് പൊതിഞ്ഞ് കെട്ടിയാണ് മന്ന കിടക്കുന്നത്. ഞാൻ ആ മന്ന പെറുക്കുന്നതിന് പകരം മഞ്ഞ് കഷണം പെറുക്കിക്കൊണ്ട് പോരുന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതങ്ങ് അലിഞ്ഞു പോവുകയേ ഉള്ളൂ, അതൊന്നിനും കൊള്ളുകയില്ല. മാനുഷിക വാക്കുകളിൽ പൊതിഞ്ഞ് കെട്ടി മാത്രമേ ദൈവശബ്ദം വരത്തുള്ളൂ. അത് വെറും മഞ്ഞ. അതെടുക്കുന്നവൻ പറയുന്നുണ്ട്, അവിടം കൊള്ളുന്നു, ഇവിടം കൊള്ളുന്നു, മൂല കൊള്ളുന്നു, തണുപ്പുള്ളതാണ്. എമ്മേ പറഞ്ഞത് ശരിയായില്ല, മറ്റവൻ പറഞ്ഞത് ശരിയായില്ല. എൻ്റെ പൊന്നു സഹോദര, ഇതൊക്കെ മഞ്ഞ ബ്രദറെ, തട്ടിക്കളാ. ഇതിനപ്പുറത്ത് അകത്തൊരു മന്ന ഉണ്ട്, അതൊന്ന് പെറുക്കിയെടുക്കുക. ദൈവം മന്ന കൊടുത്തതുപോലെ തൻ്റെ ഈ കാണുന്ന സാഹചര്യങ്ങളെല്ലാം സത്യമാ, അതെല്ലാം ശരിയാണെങ്കിലും ഇതിൻ്റെ നടുവിൽ ഒരു ദൈവശബ്ദമുണ്ട്. അവിടുത്തെ രാജാക്കന്മാരെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു, അവിടുത്തെ ദേശശക്തികളെ ഞാൻ നിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു. ആ പദം ഞാൻ വീണ്ടും നിൽക്കട്ടെ. അവിടെ വ്യാപരിക്കുന്ന ശക്തികളെ ഞാൻ നിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു. അവിടുത്തെ മല്ലന്മാരെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എൻ്റെ വകയാണിത്, ഞാനാണ് ദൈവം, ഞാനാണ് ഉടമസ്ഥൻ. ഇന്ന് പകൽ വാഗ്ദത്തം കേട്ടവർക്കായി സ്തോത്രം. ഇതിനകത്തെ മഞ്ഞ് തട്ടിക്കളാ, അത് നിങ്ങൾക്ക് ആവശ്യമില്ല. എന്നാൽ ഇതിനകത്തെ മന്ന പെറുക്കിയെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയാണ്.
രണ്ടുപേര് വിളിച്ചു പറഞ്ഞു, ഞാനത് പിടിച്ചെടുക്കും, നമ്മളത് പിടിച്ചെടുക്കും. ആ രണ്ടുപേരുടെ ശബ്ദത്തിന് തൽക്കാലത്തേക്ക് പ്രസക്തി ഇല്ലാതെ പോയി. അതുകൊണ്ട് ജനം 40 വർഷം മരുഭൂമിയിൽ അലയേണ്ടതായി വന്നു. പക്ഷെ 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞ ശേഷവും കാലേബ് വന്ന് നിന്നേച്ചു പറഞ്ഞു, അന്ന് പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. വർഷം 40 കഴിഞ്ഞെങ്കിലും എന്നെ ബലപ്പെടുത്തുന്ന ദൈവം, എൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന ദൈവം, എൻ്റെ ഏജ് ഫാക്ടറിന് അപ്പുറത്തേക്ക് എന്നെ ഉപയോഗിക്കുന്ന ദൈവം, ഈ വചനത്തിൻ്റെ മുമ്പിൽ ഇതിനകത്ത് പ്രായമായി പോയി എന്ന് പറഞ്ഞ് വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ചിരുന്ന ദൈവ പൈതലേ, നിങ്ങളുടെ ഏജ് ഫാക്ടറിനെ മറികടക്കുന്ന ഒരു ആത്മാവിൻ്റെ ബലവും ശക്തിയും ശരീരങ്ങളിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. അത് എൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ഞാൻ ഓർക്കുന്നുണ്ട്, സാധാരണ സാഹചര്യത്തിൽ ഇന്ന് എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ആരോഗ്യം സത്യത്തിൽ എനിക്ക് കുറവാണ്. എന്നാൽ ഒരു വാക്ക് ഞാൻ ഓർക്കുന്നു, 2021 മുതൽ ആത്മവിവശതയിൽ വീഴുന്നതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പലയിടങ്ങളിൽ പറഞ്ഞിരുന്നതിൽ അനിയൻകുഞ്ഞു പാസ്റ്റർ പറഞ്ഞ ഒരു പദം എൻ്റെ അകത്ത് മാറത്തില്ല. അദ്ദേഹം പറഞ്ഞു, നിനക്ക് ക്ഷീണം ധാരാളം കാണും, പ്രായത്തിൻ്റെ ക്ഷീണം, രോഗത്തിൻ്റെ ക്ഷീണം, നിനക്ക് ക്ഷീണം ധാരാളം കാണും. മടിച്ചിരിക്കരുത്, എഴുന്നേറ്റ് നില്ല്, ശുശ്രൂഷിക്കുമ്പോൾ ബലപ്പെടും. ശുശ്രൂഷിക്കുമ്പോൾ ബലപ്പെടുത്തുന്ന ദൈവകരങ്ങളിൽ എന്നെ തന്നെ ഏൽപ്പിക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞാനിവിടെ നിന്ന് വിളിച്ചു പറയുന്നത് സ്വന്തം ശക്തിയാലല്ല. അതുകൊണ്ടാണ് പൊതുവെ എൻ്റെ ബൈബിൾ പോലും ഇവിടെ വെച്ചേച്ച് ആരെങ്കിലും കൈക്ക് പിടിച്ച് ഇറക്കിക്കൊണ്ട് പോകുന്നത്. പകരപ്പെടുന്ന ആത്മശക്തിക്കായി സ്തോത്രം. ഇവിടെ കത്തി നിൽക്കുന്ന ഈ ബൾബുണ്ടല്ലോ, ഇവിടെ ഈ കത്തി നിൽക്കുന്ന ബൾബുണ്ടല്ലോ, ആ പുള്ളിയുടെ സ്വന്തം കഴിവ് കൊണ്ടല്ല കത്തുന്നത്, അതിന് പവർ കൊടുക്കുന്നത് കൊണ്ടാണ്. സ്വിച്ച് ഓഫ് ചെയ്യുന്ന സെക്കൻഡിൽ, ആ കണക്ഷൻ മാറുന്ന സെക്കൻഡിൽ ആ ലൈറ്റ് കെടുന്നത് പോലെ ഇവിടുന്ന് ഇറങ്ങുന്ന എനിക്ക് നന്നായി അറിയാം, എന്നെ പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്നവർക്കറിയാം ആത്മശക്തി കുറഞ്ഞു പോയി. പക്ഷെ കാലേബേ, നിന്നോടൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, നിന്നോടൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, ക്ഷമിക്കണം, അങ്ങയോടൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ കാലം മാറും, സമയം മാറും, രോഗം വന്നെന്ന് വരാം, ഏജ് മാറും, പക്ഷേ ആ മല ഇപ്പോൾ എനിക്ക് തരിക, ഇപ്പോൾ എനിക്ക് തരിക. ഒരു പുതുബലം എന്നിലേക്ക് വരട്ടെ. ഒരു പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക വിഷയം ഇടപെടുന്നു. ചിലരുടെ മുമ്പിൽ ചില ടാസ്കുകൾ നിപ്പുണ്ട്. ആരോഗ്യമില്ലാത്തത് കൊണ്ട്, പണമില്ലാത്തത് കൊണ്ട്, കഴിവില്ലാത്തത് കൊണ്ട് ടാസ്കുകൾ ഏറ്റെടുക്കാതെ നിൽക്കുക. ഏറ്റെടുക്ക്, റിസോഴ്സ് ഒഴുകുന്നത് കാണാം. ടാസ്ക് ഏറ്റെടുക്ക്, ദൈവം തരുന്ന കാര്യങ്ങൾ ഏറ്റെടുക്ക്. തിങ്സ് വിൽ ഓട്ടോമാറ്റിക്കലി ഫ്ലോ. തന്നെ ഇത് ഒഴുകാൻ തുടങ്ങും, തന്നെ ഇത് ഒഴുകാൻ തുടങ്ങും. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, പാസ്റ്റർ KR ജോസ് പഠിപ്പിച്ചതാണ്. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസത്തിൻ്റെ ചുവടുവെപ്പ. പാടാൻ വേണ്ടി അല്ല, വിശ്വാസത്തിൻ്റെ ചുവട് കണ്ടു വെച്ചിട്ടാ. ഒന്നും കണ്ടിട്ടല്ല. വേറൊരു പാട്ടൊരിക്കലും ഒരു കർത്താവിൻ്റെ ദാസൻ പാടുന്നത് ഞാൻ കേട്ടു. സ്വർഗത്തിൻ്റെ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടുകൊണ്ട് അത് എൻ്റെയാന്നും പറഞ്ഞ് ഇറങ്ങുന്നത് പോലെ, പ്രൈസ് ദ ലോർഡ്, അത് എൻ്റെയാന്നും പറഞ്ഞ് ഇറങ്ങുന്നത് പോലെ സ്വർഗീയ ഭണ്ഡാരം കണ്ട് ഇറങ്ങുവാൻ ചിലരെ കൂടെ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. ഇത് മോട്ടിവേഷണൽ സ്പീച്ച് അല്ല, അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ മൂവാ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഭൗതിക ജീവിതത്തിൽ ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നു. ക്രൂശിന്മേൽ മരിക്കുക എന്നതാണ് ലക്ഷ്യം. പക്ഷേ ഇവിടെ ഇറങ്ങി വന്ന് കുറച്ച് നാൾ നടന്നു കഴിഞ്ഞതോടെ താൻ പൂർണ്ണ മനുഷ്യനായിരുന്നതിനാൽ, യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. താൻ പൂർണ്ണ മനുഷ്യനാകയാൽ തൻ്റെ മനുഷ്യത്വത്തിൽ ക്രൂശ് മരണം മറ്റാരെയും പോലെ തന്നെയും ഭീഷണിപ്പെടുത്തി അന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. സാഹചര്യം മറക്കരുത്. തൻ്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി തിന്നവർ തനിക്കെതിരെ കുതികാൽ ഉയർത്തി. 5 അപ്പം കൊണ്ട് 5000 കുടുംബങ്ങളെ പോഷിപ്പിക്കുമ്പോൾ നല്ല അപ്പമായിരുന്നു, തൃപ്തിയായി എന്നും പറഞ്ഞ് പോയവന്മാരാണ് ഇപ്പോൾ എറിയാൻ കല്ലുമായി വന്നിരിക്കുന്നത്. ആരുടെ കണ്ണ് കർത്താവ് സൗഖ്യമാക്കിയോ ആ കണ്ണുകൊണ്ടാണ് തന്നെ തുറിച്ചു നോക്കുന്നത്. ആരുടെ ബലഹീനമായ കയ്യെ കർത്താവ് സൗഖ്യമാക്കിയോ ആ കൈയാണ് തൻ്റെ നേരെ ചൂണ്ടുന്നത്. ന്യായപ്രമാണ പ്രകാരം വിധിക്കുവാനിരിക്കുന്ന ന്യായശാസ്ത്രിയാണ് ന്യായമില്ലാത്ത വിധികൾ വിളിച്ചു പറയുന്നത്. എല്ലാം പ്രതികൂലമായി വരുമ്പോൾ യേശു നിന്നുകൊണ്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ച്, പൂർണ്ണ മനുഷ്യനെ കർത്താവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം, അപ്പോഴാണ് ചെരിപ്പുറയ്ക്കുന്നത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, സ്ലിപ്പ്
ചെയ്യത്തില്ല. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിർവഹിക്കപ്പെടണമേ. ഇന്ന് പകൽ സുവിശേഷ ഘോഷണത്തിനായുള്ള കാലിക നമ്മുടെ കാലുകൾക്ക് ചെരുപ്പുണ്ടായിരിക്കട്ടെ. ഉയർന്നു നിൽക്കുവാൻ, പിടിച്ചു നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപമാനങ്ങൾ വന്നെന്ന് വരാം, ഭീഷണികൾ വന്നെന്ന് വരാം, പീഡകൾ വന്നെന്ന് വരാം. ഉറച്ചു നിൽക്കുന്ന ദൈവമക്കൾക്കായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഭക്തനായിരുന്ന ഒരു ബിഷപ്പ്, പേരോർക്കുമ്പം പറയാം, 84-ാമത്തെ വയസ്സിൽ ചക്രവർത്തിയാൽ പിടിക്കപ്പെട്ടു. 84-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ തീയിലിട്ട് കൊല്ലുവാൻ ചക്രവർത്തി വിധിച്ചു. അല്ലെങ്കിൽ ചക്രവർത്തിയുടെ വക ഒരു ബിംബം വെച്ചിട്ടുണ്ട്. ആ ബിംബത്തിൻ്റെ മുമ്പിൽ ഒരല്പം കുന്തിരിക്കം തീയുമുണ്ട്. ഒരല്പം കുന്തിരിക്കം എടുത്തിടണം. കുന്തിരിക്കവും തീയും പുകയും ബിംബവും എല്ലാം കൂടെ ഒരു വലിയ ട്രേയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എത്തിച്ചു. പടയാളി പറഞ്ഞ്, അങ്ങ് ചുമ്മാ ഒരു കൊച്ചു കഷണം എടുത്ത് അങ്ങോട്ട് ഇട്ടാൽ മതി, ഈ തീക്കകത്തോട്ട് ഇട്ടാൽ മതി, അത് തന്നെ പുകഞ്ഞോളും. തേണ്ട രാജാവിൻ്റെ ദൈവത്തെ അങ്ങ് മാനിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ രാജാവിനെ കൺവിൻസ് ചെയ്തോളാം. 84 വയസ്സ് പ്രായമുള്ള ആരായിരുന്നത്? പോളികാർപ്പ്. 84 വയസ്സ് പ്രായമുള്ള പോളികാർപ്പ് തിരിച്ചൊരു മറുപടി പറഞ്ഞു. കഴിഞ്ഞ 84 വർഷം എനിക്ക് ഒരു ദോഷവും ചെയ്യാത്ത എൻ്റെ ദൈവത്തെ വിട്ട് ഞാൻ എങ്ങനെ അന്യദേവന് ധൂപം കാട്ടും? ചുടണമെങ്കിൽ ചുട്, വെട്ടണമെങ്കിൽ വെട്ട്. ലോകത്തെപ്പോലെ ഫാഷൻ കെട്ടിയില്ലെങ്കിൽ നിന്നെ നോക്കി ചിരിക്കത്തില്ലെന്നൊരാൾ പറയുമ്പോൾ സ്ലിപ്പ് ചെയ്തു പോകുന്നതല്ല ഈ ചെരുപ്പ്. ഈ ചെരുപ്പ് ടൈറ്റാ. റോമൻ കാലാഗ്രഹത്തിനകത്ത് കിടക്കുക. ചക്രവർത്തി, എൻ്റെ വിശ്വാസത്തെ ഒന്ന് ത്യജിച്ചു പറയാമെങ്കിൽ ഞാനും റോമപൗരനാ. തൽക്കാലം എൻ്റെ വിശ്വാസം ത്യജിക്കുവാനുള്ള അവസരമുണ്ടെങ്കിലും ഞാൻ ഇല്ലടാ എന്ന് പറയുന്ന പൗലോസിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ കാലിന് സുവിശേഷ ഘോഷണത്തിനായുള്ള ഒരുക്കം ഒരു ചെരുപ്പായിരിക്കട്ടെ, കാലിക ആയിരിക്കട്ടെ. കർത്താവ് നമ്മെ മാനിക്കട്ടെ. ഞാൻ ഒന്നും കൂടെ തൊടാൻ നോക്കട്ടെ, ഒന്നുകൂടെ വേഗത്തിൽ പോകാൻ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് പോകുന്നു. യേശു പറഞ്ഞ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുകയാ. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരുന്ന സമാധാനമെന്ന് പറയുന്നത് പ്രശ്നമില്ലാത്ത ഒരു അന്തരീക്ഷമാണ്. പ്രശ്നമില്ലാത്ത ഒരു അന്തരീക്ഷത്തെയാണ് സമാധാനമെന്ന് ലോകം വിളിക്കുന്നത്. പക്ഷെ ദൈവവചനയുടെ സമാധാനം അതല്ല. പ്രശ്നങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കുന്നതാ സമാധാനം. പ്രശ്നങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കുന്നതാണ് സമാധാനം. ഒരിക്കൽ ഒരു ചിത്രകാരൻ ഒരു പടം വരയ്ക്കുമ്പോൾ സമാധാനത്തെ കാണിക്കേണ്ടതിനും ഹൃദയത്തിൻ്റെ പ്രത്യാശയെ കാണിക്കേണ്ടതിനും അദ്ദേഹം വരച്ച ഒരു ചിത്രത്തിൽ ഇങ്ങനെ വരച്ചു. തൻ്റെ വല്ലാത്ത കൊടുങ്കാറ്റ് കൊണ്ട് ആടുന്നതായ ഒരു കൊച്ചു വൃക്ഷം. അവിടെ നിന്നുള്ള ജീവികളെല്ലാം ഓടുകയാണ് കാറ്റടിക്കുന്നത് കൊണ്ട്. പക്ഷേ ഒരു പക്ഷി ആ വൃക്ഷത്തിൻ്റെ കൊമ്പുകളുടെ മുകളിലിരുന്ന് മനോഹരമായി പാടുക. കാറ്റടിച്ച് ആടുന്നില്ലേ? ഇതെല്ലാം കൂടെ ഇളകുന്നില്ലേ? നാട്ടുകാർ മുഴുവൻ ഓടുന്നില്ലേ? ഇവിടുത്തെ നായ്ക്കളും കുറുക്കന്മാരും എല്ലാം ഓടുകല്ലേ? വലിയ സിംഹങ്ങൾ നാട് വിട്ട് ഓടുകല്ലേ? നിനക്കെന്നാ പറ്റി? അത് പറഞ്ഞ് ഇവന്മാർക്കെല്ലാം ഓടിയേ പറ്റൂ. പക്ഷേ എനിക്ക് 2 കൊച്ചു ചിറകുണ്ട്. കാറ്റടിച്ച് എൻ്റെ മരം പൊളിഞ്ഞാൽ, എൻ്റെ മരം തകർന്നാൽ ഞാൻ മേളിലോട്ട് കയറും. അതിനേക്കാൾ കവിഞ്ഞെനിക്കൊന്നുമില്ല. അതാ സമാധാനം. പൗലോസ് പറഞ്ഞു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം ഇങ്ങനെ അഴിഞ്ഞുപോയാൽ, പ്രൈസ് ദി ലോർഡ്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം ഇങ്ങനെ അഴിഞ്ഞുപോയാൽ എങ്ങനെ? അടിയും തുപ്പും കൊണ്ട്, ഇടിയും അടിയും കൊണ്ട്, വളരെ സഹിച്ച്, പട്ടിണിയും പൈതാഹവും സഹിച്ച്, കള്ളന്മാരാലുള്ള ആപത്തും കള്ള സഹോദരന്മാരാലുള്ള ആപത്തും എല്ലാം ഒരുമിച്ച് സഹിച്ച് ഇങ്ങനെ ഈ മൺശരീരം അങ്ങ് നിർജീവമായാൽ മീതെ ഞങ്ങൾക്ക് വേറൊരു ശരീരമുണ്ട്. അത് ധരിച്ചുകൊണ്ട് ഞങ്ങൾ പറന്നു പോവും. ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഇന്ന് പ്രത്യാശയുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുകയാണ്. എൻ്റെ കാലിന് ബലമുണ്ട്. സുവിശേഷ ഘോഷണത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക. അടുത്തത് പ്രാർത്ഥന. ഞാനിപ്പം നിർത്തിക്കോളാം. സകല പ്രാർത്ഥനയാലും ഏത് നേരത്തും പ്രാർത്ഥിക്കുക. സകല പ്രാർത്ഥനയാലും പ്രാർത്ഥിക്കുക. പ്രേ അക്കോർഡിംഗ് ടു ദ ലോ. നിയമപ്രകാരം പ്രാർത്ഥിക്കുക. തൻ്റെ ദാനിയേൽ പ്രവാചകനെ പിടിച്ച് ശത്രുവിൻ്റെ കാരാഗ്രഹത്തിലിട്ടു. തന്നൊരു അടിമനാട്ടിലെ ചക്രവർത്തി പരസ്യമായി വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്?
അതിന് വെളിയിലൊരു രീതിയിൽ പ്രാർത്ഥിച്ചാൽ, വേറൊരു വ്യക്തിത്വത്തോട് പ്രാർത്ഥിച്ചാൽ പിടിച്ച് സിംഹത്തിൻ്റെ ഗുഹയിലിടും. പട്ടിണി കിടക്കുന്ന സിംഹങ്ങൾക്ക് ആഹാരമായി മാറും. പക്ഷെ ദാനിയേൽ ആ വാക്ക് ശ്രദ്ധിക്കാതെ വചനം ശ്രദ്ധിച്ചു. വചനത്തിൽ അന്നത്തെ പ്രമാണം കൊടുത്തിരിക്കുകയാണ്, നീ അടിമയായി പോയാൽ പോയ രാജ്യത്ത് നിന്ന് യെരുശലേമിന് നേരെ നിൻ്റെ കിളിവാതിൽ തുറന്നിട്ട് അങ്ങോട്ട് നോക്കി ഇത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം. ദാനിയേൽ കിളിവാതിൽ തുറന്നു. ദാനിയേലെ, അങ്ങേക്ക് അറിഞ്ഞുകൂടെ, മറ്റാളുകൾ മുഴുവനും നിൻ്റെ പ്രാർത്ഥനയുടെ പെശക് കാണാൻ നിൽക്കുക, ഇത് പിടിച്ച് രാജാവിൻ്റെ കൊടുക്കും. നീ ഇവിടുത്തെ ഗവർണറല്ലേ, ആ നീ എന്നുള്ള പദം ക്ഷമിക്കണേ, അങ്ങ് വന്നു പോകുന്നതാ, പറഞ്ഞ് കേട്ട് പഠിച്ചു പോയതാ. അങ്ങ് എനിക്കിപ്പോൾ ഇവരോടെല്ലാം ഉള്ള ബന്ധം വിടാനൊക്കത്തില്ല. അങ്ങയ്ക്ക് അറിഞ്ഞുകൂടെ, അങ്ങയെ കാണാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുക, ഒരു കുറ്റം കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് ജനലൊന്ന് അടച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുക ദാനിയേലേ. ദാനിയേൽ പറഞ്ഞു, നോ, എൻ്റെ അകത്തൊരു പ്രമാണം ഉയരുന്നു. നീ അടിമയായി പിടിക്കപ്പെട്ടാൽ ചെല്ലുന്ന നാട്ടിൽ വെച്ച് യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിയമപ്രകാരം പ്രാർത്ഥിക്കുക. ഞാൻ പലരോടും എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുന്നവരോട് വരെ ഇപ്പോൾ ദൈവിക വേർപാടിനെക്കുറിച്ച് പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. പല പ്രാവശ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഒന്ന് ചുമ്മാ ഇരുന്നുകൂടെ, ചുമ്മാ എന്തിനെ ഇവർ നന്നാകത്തില്ല, എന്തിനാ ഈ മറ്റു മനുഷ്യൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ നോക്കുന്നത്, എന്തിനവരുടെ ബലഹീനവശം പറയുന്നു. പക്ഷേ എൻ്റെ അകത്തൊരു വാചകം ഉയരുന്നുണ്ട്. പണ്ട് 22 മെമ്പേഴ്സ് മാത്രമായിരുന്ന സമയം, മേ ബി 10-20 പേരും കൂടെ സ്നാനപ്പെട്ട് കാണാം, 50 പേർക്ക് താഴെയുള്ള സാഹചര്യത്തിൽ സിസ്റ്റർ മേരി കോവൂര് പറയുന്ന ഒരു വാക്ക് അന്ന് എന്നോട് പ്രാർത്ഥിച്ചു, നിനക്ക് വീടുകൾ വിസിറ്റ് ചെയ്യാൻ സമയമില്ലെന്ന് എനിക്കറിയാം, നിനക്ക് പലയിടങ്ങളിലും പോയി ആളുകളെ കാണാൻ ഒക്കത്തില്ല, കാര്യം സെക്യുലർ ജോലിയുണ്ട്, ഇതെല്ലാം എനിക്കറിയാം, അതുകൊണ്ട് വിഷമിക്കണ്ട. ഞാൻ ദേശത്തെ ഇളക്കി ആളുകളെ വെരിട്ടി ഓടിച്ച് ഈ വാതിലിൻ്റെ അകത്തു കൊണ്ടുവരും. ഞാൻ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്നതിൽ ഒരുത്തനെ ശുശ്രൂഷിക്കാതെ വിട്ടാൽ ഞാൻ നിന്നോട് കണക്ക് ചോദിക്കും. ഞാൻ പറയും, കർത്താവേ, 2 പേരുടെ തൽക്കാലത്തെ മുഷിച്ചിൽ സമ്പാദിച്ചാലും എന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിന് ഒത്തവണ്ണം 1000 ഞങ്ങളെ വളർത്തിയവനെ, 1000 ഇരട്ടിയായി ഞങ്ങളെ വളർത്തിയവനെ, യാതൊരു ഹോപ്പുമില്ലാതെ പുതുശ്ശേരി എന്ന കൊച്ചു ഗ്രാമത്തിൽ കിടന്ന എന്നെ സ്വർഗത്തിലെ ദൈവം പൊക്കി ഉയർത്തി ലോകത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ വിദ്യാഭ്യാസം തന്നെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് മറക്കാനൊക്കത്തില്ല. എൻ്റെ മുമ്പിൽ ദൈവം തരുന്നത് പറഞ്ഞേ മതിയാകും. പ്രൈസ് ദ ലോർഡ്. പ്രമാണപ്രകാരം പ്രാർത്ഥിക്കുന്നവനായി സ്തോത്രം. ദാനിയേലേ, അങ്ങ് പ്രാർത്ഥിക്കാനിരിക്കുകയല്ലേ? അങ്ങയുടെ പിമ്പിൽ സിംഹങ്ങളുണ്ടെന്ന് കാണത്തില്ലേ? കാണാറുണ്ട്, പടത്തിനകത്ത് പുറകിൽ 2 പുള്ളികൾ പാത്തിരിപ്പുണ്ട്. സിംഹങ്ങളുണ്ടെന്ന് അറിഞ്ഞുകൂടെ? ഈ കിളിവാതിൽ തുറന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണോ? മോനെ, പ്രമാണമാതാ. എനിക്ക് തൽക്കാലത്തെ സാഹചര്യമേ അറിയത്തുള്ളൂ. ഈ സാഹചര്യങ്ങളെ മുന്നറിഞ്ഞവനായ ദൈവം, ഞാൻ ദൈവപ്രമാണത്തിൽ നിൽക്കട്ടെ, തന്ന പ്രമാണം പാലിക്കട്ടെ. പ്രാർത്ഥനയും ദൈവപ്രമാണത്തിലായിരിക്കണം, പ്രാർത്ഥിക്കുന്ന ദൈവപ്രമാണത്തിലായിരിക്കണം, പ്രാർത്ഥിക്കുന്നവനും ദൈവപ്രമാണത്തിലായിരിക്കണം. ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അന്നത്തെ പ്രമാണപ്രകാരം അടിമയായി പോകുന്ന രാജ്യത്ത് നിന്ന് പ്രാർത്ഥിക്കണം. എഴുതിയതിൻ പ്രകാരം പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം സിംഹത്തിൻ്റെ വായടച്ചു. ഞാൻ അവിടം കൊണ്ട് ആ ഭാഗം വിടുകയാണ്. ഹൃദയത്തിൽ എന്നവണ്ണം തീരുമാനശേഷിയുടെ ഒരു നല്ല ഭാഗം, ചിന്താശേഷിയുടെ മൊത്തം ഭാഗം തലയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഹെൽമെറ്റിനെ കുറിച്ച് ചിന്തിക്കാം. ഹൃദയത്തിനകത്ത് കൊണ്ടുവരുന്ന പല ചിന്തകൾ കൊണ്ടുമാണ് പിശാച് നമ്മെ അടിമപ്പെടുത്തുന്നതെങ്കിൽ ആ ചിന്തകൾ തലയിലുമുണ്ട്, മറക്കണ്ട. അതുകൊണ്ട് ഒരു ശിരസ്ത്രം ധരിക്കണം. ഏതെങ്കിലും ഒരു ശിരസ്ത്രം ധരിച്ചതുകൊണ്ടായില്ല, രക്ഷയെന്ന ശിരസ്ത്രം തന്നെ ധരിക്കണം. ഹൈ മാഗ്നറ്റിക് വേവ്സ് ഉള്ള ചില MRI എടുക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെയുള്ള ചില സ്ഥലങ്ങൾ കയറുമ്പോൾ ഒരു പ്രത്യേക ഷീൽഡ് നമുക്കായിട്ട് തരും, ഒരു കവചം നമുക്ക് തരും. അതും ധരിച്ചുകൊണ്ടേ കയറാവുള്ളൂ. ലെഡ് കൊണ്ടുണ്ടാക്കിയ ഒരു കവചം പലപ്പോഴും ഞാൻ ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആശുപത്രിയിലെ കാര്യമല്ല പറയുന്നത്, വലിയ ലാബുകളിൽ ചെല്ലേണ്ട ഇടങ്ങളിൽ അതിനകത്ത് പോയേ പറ്റത്തുള്ളൂ. ലെഡ് കൊണ്ടുള്ള ഒരു കവചം തരും, അതും ധരിച്ചുകൊണ്ട് മാത്രമേ കയറാവുള്ളൂ. ഇല്ലെങ്കിൽ പല രശ്മികളും അവിടെ നിന്ന് വരുന്നത് ദോഷം വരുത്തും. ഇതുപോലെ തലയ്ക്കകത്ത് കിടക്കുന്ന പല ചിന്തകളും ഒന്ന് കണ്ടോണം. ഈ തലയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇരിപ്പുണ്ട്. ഈ തലയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇരിപ്പുണ്ട്. മോനെ, ഞാൻ അടുത്തിടത്തോട്ടൊന്ന് പോവുകയാണ്. ഒന്ന് പുറകിൽ.
അതുതന്നെ. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്, നമ്മുടെ ഈ മുൻ സൈഡിൽ നിന്ന് ഏതാണ്ട് 1.5 ഇഞ്ച് മുതൽ 2.5 ഇഞ്ച് വരെ പുറകിലോട്ട് മാറിയാണ് പോലും ആ ചിന്താമണ്ഡലം ഇരിക്കുന്നതെന്ന് എനിക്കിത്ര സൂക്ഷ്മം അറിയത്തില്ല. ഇവിടെയാണ് കണ്ട വേണ്ടാത്തതെല്ലാം വരുന്നത്. അങ്ങപ്പുറത്തവൻ 1 ഏക്കർ വാങ്ങിച്ചു, എനിക്കും വേണം. ഇങ്ങപ്പുറത്തവൻ ചുമന്ന പാൻറ്റിട്ടു, എനിക്കും ചുമന്ന പാൻറ്റ് വേണം. മറ്റവൻ കറുത്തതിട്ടു, എനിക്ക് കറുത്തത് വേണം. ഞാൻ ജഡീകനായി മാറണം, ലോക മനുഷ്യനായി മാറണം, ലോകത്തിന് അനുരൂപനാകണം. ഒരു വശത്ത് അത് വരുമ്പോൾ ഇവനെ ഇടിക്കണം, മറ്റവനെ തൊഴിക്കണം, ഇന്നവനെ ചീത്ത വിളിക്കണം, മറ്റേ പുള്ളി നടക്കുന്ന വഴിക്ക് നിന്ന് എന്തെങ്കിലും ഒന്ന് കൂക്ക് വിളിക്കുകയും ചെയ്യണം. വേണ്ടാത്ത ഒരുപാട് ചിന്തകൾ അകത്തോട്ട് കയറുമ്പോൾ ഇതെല്ലാം തീയമ്പ മറക്കരുത്. തൽക്കാലത്തേക്ക് കാണുന്നതിനേക്കാൾ കൂടുതൽ ദോഷം ഇത് ചെയ്യും. ഇത് ക്യാമ്പ് കത്തിക്കും. ഒന്ന് തുടങ്ങിപ്പോയാൽ, ഒരു മാതൃകാദോഷം ആരംഭിച്ചു പോയാൽ ഇത് ക്യാമ്പ് കത്തിക്കും. ആ ചിന്ത അകത്തോട്ട് വരുമ്പോൾ മോനെ, സാധാരണ കവചം കൊണ്ടൊക്കത്തില്ല. ഞാൻ ഷർട്ട് ഇട്ടുകൊണ്ടാണ് ഇതുപോലെയുള്ള എല്ലാ ലാബിലും പോകുന്നത്. പക്ഷേ ഈ ഷർട്ട് കൊണ്ട് പറ്റുകയില്ലടാ. ഈയക്കട്ടി കൊണ്ടുള്ളതായ ഒരു ഷർട്ട് ഇട്ടേ പറ്റത്തുള്ളൂ. എനിക്ക് വേറൊന്ന് വേണം. കർത്താവേ, രക്ഷയെന്ന ശിരസ്ത്രം. ഞാൻ രക്ഷിക്കപ്പെടുന്നത് പോലെ എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു, ഞാൻ പുതിയവനായി മാറി. ഇനി പഴയതൊന്നും എന്നിൽ വരികയില്ല, ആ പഴയ ചിന്തകളൊന്നും എന്നിൽ കയറുകയില്ല. രക്ഷയെന്ന ശിരസ്ത്രം ധരിക്കുവാൻ പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകൽ ഒരു ദൈവവേദനെ കർത്താവ് ശക്തീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ രക്ഷയെന്ന ശിരസ്ത്രം ധരിക്കുമ്പോൾ എനിക്ക് കാവൽ നിൽക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. തൻ്റെ പടത്തിനകത്ത് കാണാം, എനിക്ക് കാവൽ നിൽക്കുന്നതൊരു വാളുമായി എൻ്റെ കർത്താവ് തന്നെ നിൽക്കുകയാണ്. എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തരികയാ. നിൻ്റെ സമാധാനം ഇല്ലാതെയാക്കുവാൻ ചിന്താകുലങ്ങൾ കൊണ്ടിടുമ്പോൾ, ചിന്താകുലങ്ങളെ, യേശുവിന് പറവാനുള്ളത് എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തരികയാണ്. 2 കൊരിന്ത്യർ 10:3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി, നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. രക്ഷയെന്ന ശിരസ്ത്രം ഇട്ടതോടെ ഇനി മറ്റേതിൻ്റെ അടുക്ക് വരത്തില്ല. രക്ഷയെന്ന ശിരസ്ത്രം ഇട്ടതോടെ ഇനി മറ്റേതെൻ്റെ അടുക്കൽ വരികയില്ല. അടുത്തത് ആത്മാവിൻ്റെ വാള. 2 കാര്യം കൂടെ ഉള്ളൂ. ഞാൻ ഇന്ന് നിർത്താം. വരുന്ന ആഴ്ചയിൽ തുടരാൻ ആഗ്രഹിക്കുന്നു. വരുന്ന ആഴ്ചയിൽ തുടരാൻ ആഗ്രഹിക്കുന്നു. 2 ആയുധങ്ങളെ ഇവിടുന്ന് എനിക്ക് എടുക്കാനുള്ളൂ. തുടർന്ന് ആയുധപ്പുരയിലേക്ക് കയറും ചില വലുത്. വചനമെന്ന വാളിൻ്റെ പ്രത്യേകത, അത് ഇരുവായ്ത്തലയുള്ളതാണ്. ഒന്ന്, അത് എന്നെ കീറി മുറിച്ച് ശുദ്ധീകരിക്കും. ഒരു സർജൻ സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തൻ്റെ കത്തി ഏറ്റവും പ്രിസിഷനോടെ ഉപയോഗിക്കുന്നത് പോലെ ദൈവവചനം കട്ട് ചെയ്യേണ്ട ലൈനിലൂടെ കട്ട് ചെയ്ത് എടുക്കേണ്ട ഇടത്തൂടെ കീറി എന്നെ ശുദ്ധീകരിക്കും. 2, അത് ശത്രുവിനെതിരെ നിൽക്കും. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് തൽക്കാലത്തേക്ക് ഇന്നത്തെ മെസ്സേജ് ഇവിടെ നിർത്തട്ടെ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, തൃക്കരങ്ങളിലേക്ക് സഭ ഏൽപ്പിക്കുന്ന അടിയനെ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം തന്ന കൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് എൻ്റെ ദൈവത്തിൻ്റെ ദിവ്യനാമത്തെ ഉയർത്തി ഞാൻ അങ്ങയും വാഴ്ത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവകൃപ അടിയൻ്റെ മേലിരിക്കണേ, ഈ ജനത്തിൻ്റെ മേലിരിക്കണേ. രോഗസൗഖ്യം കൽപ്പിക്കണം, വിടുതൽ കൽപ്പിക്കണം. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം ഞങ്ങൾ അണിയണം. സകല മഹത്വവും കർത്താവിനാകട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.